NDDB സംവാദിന്റെ മൂന്നാമത്തെ എപ്പിസോഡായ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാലികളിൽ പാരമ്പര്യ ചികിത്സാ വിധികൾ, എത്നോ വെറ്റിനറി മെഡിസിൻ പ്രാക്ടീസസ് അല്ലെങ്കിൽ പശു ആയുർവേദ എന്ന പേരിൽ ഇപ്പം അധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോ നമുക്കറിയാം, നമ്മുടെ ട്രഡീഷണൽ ചികിത്സാ രീതികൾ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് കമ്പയർഡ് ടു നമ്മുടെ മറ്റ് ട്രീറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല, പിന്നെ ഡെഫിനറ്റ് ആയിട്ടൊരു ക്യൂർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോ NDDB കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു ഏരിയയിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഏരിയാസിൽ അതിന്റെ ടെസ്റ്റ് ചെയ്ത് നല്ല പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളോട് കൂടുതൽ ആധികാരികമായിട്ടും പ്രാക്ടിക്കലായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് ഡോക്ടർ AV ഹരികുമാർ, സീനിയർ മാനേജർ അനിമൽ ഹെൽത്ത്, NDDB ആനന്ദ്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ഡോക്ടർ ഹരികുമാർ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, പ്ലീസ് സാർ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു രാഹുൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പ്രസന്റേഷൻ പാരമ്പര്യ ചികിത്സാ രീതികൾ, അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ഇവിടെ സംസാരിക്കാം. നമ്മൾ NDDB ഒരു കാര്യം വ്യക്തമാക്കുന്നത്, NDDBയുടെ ഫോർമുലേഷൻസ് അല്ല ഇത്. നമുക്ക് ലഭിച്ചത് പ്രൊഫസർ പുണ്യമൂർത്തി, ഡോക്ടർ ബാലകൃഷ്ണൻ, TDU ആൻഡ് തനുവാസ്, ഇവർ കുറെ കൊല്ലങ്ങളായി, 1-2 കൊല്ലമൊന്നുമല്ല, 10-12 വർഷം അവര് പല പല ഫോർമുലേഷൻസും ടെസ്റ്റ് ചെയ്ത് ഒരു ഫോർമുലേഷനിൽ അവസാനം തിട്ടപ്പെടുത്തി അവര് ഒരു 10-15 വർഷത്തെ അവരുടെ അധ്വാനമാണ്. അപ്പോൾ NDDB അതിന്റെ ക്രെഡിറ്റ് ഒരിക്കലും എടുക്കില്ല. നമ്മൾ അത് പോപ്പുലറൈസ് ചെയ്യുന്നു. കർഷകന് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ വളരെ തുച്ഛമായ പൈസയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു അസുഖം മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അത് നമ്മൾ ഏറ്റവും അധികം കർഷകരിലേക്ക് അത് ആ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ അത് നമ്മുടെ NDDBയുടെ ഉദ്ദേശം ഈ പറയുന്ന മെസ്സേജ് എല്ലാവർക്കും, എല്ലാ കർഷകരും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്ക് ഇതിന്റെ ഒരു അറിവ് പകരട്ടെ എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമാണ് NDDBക്ക് ഉള്ളത്. അപ്പോ ഞാൻ പ്രസന്റേഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ള വളരെ എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് അതാണല്ലോ. എന്തുകൊണ്ട് നമ്മൾ പാരമ്പര്യ ചികിത്സാ രീതികളും ഈ ആയുർവേദ, ഈ AVM എന്നിപ്പോൾ പറയപ്പെടുന്ന, എന്തുകൊണ്ട് നമ്മളത്, ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടെന്നാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പ്രസന്റേഷനിൽ എൻ്റെ ഉള്ളടക്കം ഇതൊക്കെയാണ്. എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു, നമ്മുടെ ഈ നേച്ചറിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇതിന്റെ റെലവൻസ് എന്താണ്, ഇതിന്റെ ശരിക്കും പറഞ്ഞ ഇതിഹാസം എന്താണ്, ഈ AVM പുതിയതായിട്ട് ഇപ്പോൾ ഉയർത്തെഴുന്നേക്കുന്നത് അതിന്റെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമ്മൾ ഈ ഇതും കൊണ്ട് AMR എന്ന് പറഞ്ഞാൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒരു വലിയൊരു ഇഷ്യൂ ആണ്, അതെങ്ങനെ ഇതും കൊണ്ട് നമുക്ക് പരിഹരിക്കാം, പിന്നെ ഇതിന്റെ കുറവുകൾ എന്തൊക്കെയാണ്, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ AVM അതായത് ഈ ഹെർബൽ മെഡിസിന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ, അത് നിങ്ങൾ വളരെയേറെ സഹായിക്കും. അത് ഞാൻ അതിനെക്കുറിച്ച് 1-2 സ്ലൈഡ് ഞാൻ പറയാം. പിന്നെ NDDB ഈ AVM എങ്ങനെ ഫീൽഡിലേക്ക് എങ്ങനെ ഇത് അറിവ് എങ്ങനെ എത്തിച്ചു, അതിന്റെ എക്സ്പീരിയൻസ് എന്താണ് NDDBയുടെ. അതാണ് നമ്മൾ അവസാനം കാണുന്നത്. ക്യൂർ റേറ്റ്സ്, പല പല അസുഖങ്ങളിൽ നമുക്ക് ലഭിച്ച ക്യൂർ റേറ്റ്സ് എന്തെല്ലാമാണ്, പെർസെൻറ്റേജ് വൈസ്, നമ്പേഴ്സ് വൈസ് എല്ലാം അതിൽ അവസാനത്തെ സ്ലൈഡ് 2-3 സ്ലൈഡിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പാരമ്പര്യ ചികിത്സാ രീതി കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ്? കർഷകന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാവാം, ഒരു ഉപഭോക്താവിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാവാം, ഒരു മൊത്തം രാജ്യത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നാവാം, അല്ലേ? അപ്പൊ കർഷകനെ സംബന്ധിച്ചോളം ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവ്, വില കുറഞ്ഞ രീതിയിൽ ഈ ഒരു പ്രിപ്പറേഷൻ, ഈ ഒരു സാധനം ഉണ്ടാക്കാം, അല്ലേ?
ഇത് കൊടുക്കാനും എളുപ്പമാണ്, ഇത് പ്രിപ്പയർ ചെയ്യാനും എളുപ്പമാണ്. ഇനി ഈ പറയുന്ന സാമഗ്രികളെല്ലാം വീട്ടിലുള്ള തന്നെ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാസ്റ്റൈറ്റിസിന്റെ ഒരു 400ഓളം ഈ ട്രഡീഷണൽ പാരമ്പര്യ ചികിത്സാ രീതികളുണ്ട്. പക്ഷെ ഈ ഒരു കൂട്ടത്തിൽ എങ്ങനെ അവസാനം വന്ന് ചേർന്നു? ഇത് എല്ലാ വീട്ടിലും മാക്സിമം ലഭ്യമായിട്ടുള്ളൊരു സാധനമാണ് അല്ലേ? ഈ പറയുന്ന മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും. വേണ്ടത് അലോവേറ. ഈ അലോവേറ മാത്രമേ നമുക്ക് വളർത്തേണ്ടതുള്ളൂ. മാക്സിമം വീട്ടിൽ കാണുന്ന സാധനങ്ങളല്ല. എഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഫക്റ്റ് നമ്മൾ ഫീൽഡ് കണ്ടീഷനിൽ ഇതിന്റെ എഫക്റ്റ് 90% കൂടുതലാണ് ക്യൂർ റേറ്റ്. അപ്പൊ അത് വളരെ വളരെ ഒരു ഒരു എൻകറേജിങ് റിസൾട്ടാണത്. റീവൈറ്റലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ആന്റിബയോട്ടിക് ഒക്കെ കൊടുക്കുമ്പോൾ ചില കോശങ്ങൾ നശിച്ചു പോയാൽ അത് തിരിച്ച് അതിന്റെ ഒരു റിജുവിനേഷൻ, അതിന്റെ പഴയ രീതിയിലോട്ട് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു മുറിവ് സംഭവിച്ചു എന്ന് വെച്ചോളൂ, അത് സ്കാർ ടിഷ്യൂ ആയി മാറിയില്ലേ? ആ സ്കാർ ടിഷ്യൂവിന് ഒരിക്കലും ഒരു സാധാരണ സ്കിന്നിന്റെ അതിന്റെ ഒരു ലുക്ക് ഉണ്ടാവില്ല, അത് നമുക്ക് എപ്പോഴും കാണാം. പക്ഷെ ഈ പറയുന്ന പാരമ്പര്യ ചികിത്സാ രീതിയിൽ ആ ടിഷ്യൂവിനെ തന്നെ അത് തിരിച്ച് പുനർജീവിപ്പിക്കാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലോട്ട് ഞാൻ പിന്നീട് എന്തുകൊണ്ടാണെന്നുള്ള കാരണം വേറെ ഞാൻ അതിൽ അവസാനത്തെ 2-3 സ്ലൈഡിൽ ഞാൻ പറയാം. നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അകിടിന്റെ ഉള്ളിൽ കയറ്റേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ഞരമ്പിൽ കയറ്റേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ പശുവിന് ഒരു വേദന ജനകമായ ഒരു പരിപാടി ഇല്ല ഇതിൽ. ഇത് ബേസിക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഉള്ളിൽ കൊടുക്കുക. മിൽക്ക് വിഡ്രോയൽ ഇല്ല. മിൽക്ക് വിഡ്രോയൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അങ്ങനെ ഒരു ശീലമില്ല. ശരിക്കും പറഞ്ഞാൽ നടത്തേണ്ടതാണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പതിവില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാലും പാല് സൊസൈറ്റിയിലോ പുറത്തോ കൊടുക്കുന്ന രീതിയാണ്. പക്ഷെ ശരിക്കും ആ ഒരു റൂൾ ഉണ്ടെങ്കിൽ ആ പാല് കൊടുക്കാൻ പാടില്ല. 3 മുതൽ 5 ദിവസം വരെ ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയും കൊടുക്കാൻ പാടില്ല, കളയണം എന്നൊക്കെയാണ്. അപ്പൊ ആ മിൽക്ക് വിഡ്രോയൽ, അത്രയും പാല് നഷ്ടം ഈ പാരമ്പര്യ ചികിത്സാ രീതിയിൽ നഷ്ടമാവുന്നില്ല. ദൂരപ്രദേശങ്ങളിൽ, ഈ വെറ്ററിനറി സംവിധാനം ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഈ ഒരു വളരെ ഉപകാരപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് അല്ലേ? ഇപ്പൊ അകിടുവീക്കം വന്നു, ഡോക്ടറെ വിളിച്ച് വരുമ്പോഴത്തേക്കും അത് ഒരു ദിവസം കഴിയും. അപ്പൊ അപ്പോഴത്തേക്കും അകിടിന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാം, അത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയി മാറും. അപ്പോൾ ഉടനായിട്ട് ചികിത്സയ്ക്ക് എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പാരമ്പര്യ ചികിത്സാ രീതി വളരെ വളരെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാം. അത് കർഷകനെ സംബന്ധിച്ച്. ഇനി നമ്മൾ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ആന്റിബയോട്ടിക് റെസിഡ്യൂസ് പാലിൽ കൂടെ വരും എന്നുള്ള കാര്യം കുറെ പേർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതൊരു വാസ്തവമാണ്. ആന്റിബയോട്ടിക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 75 മുതൽ 95% വരെയുള്ള ആന്റിബയോട്ടിക് അതേപാട് പാലിൽ കൂടെ പുറത്ത് കളയപ്പെടും. അപ്പോൾ ഈ ഒരു ആന്റിബയോട്ടിക് റെസിഡ്യൂസ് ഇപ്പോൾ ഈയിടയ്ക്കുള്ള സ്റ്റഡി 2019 നടത്തിയ സ്റ്റഡിയാണ്. പേപ്പർ റിപ്പോർട്ടും ഉണ്ട് ബിസിനസ് റിവ്യൂ. 10 മുതൽ 100% പാൽ സാമ്പിൾസിൽ ആന്റിബയോട്ടിക് റെസിഡ്യൂസ് കണ്ടെത്തി. 10 മുതൽ 100% വരെ അവർ ടെസ്റ്റ് ചെയ്ത സാമ്പിൾസിൽ ആന്റിബയോട്ടിക് റെസിഡ്യൂസ് കണ്ടെത്തി എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് നമ്മുടെ നാട്ടിൽ. ആരും ഇതിലോട്ട് കാര്യമായിട്ട് ഒരു പഠനം നടത്താത്തൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് നടത്തിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ക്വാളിറ്റിയെ ബാധിക്കും പാലിന്റെ? ഫോർ എക്സാമ്പിൾ തൈര് ഉണ്ടാക്കാനുള്ള ഫെർമെന്റഡ് പ്രോഡക്ട്സ് വേണം. അപ്പൊ അതിൽ ആന്റിബയോട്ടിക്കിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് അത് ഫെർമെന്റ് ആവൂല. ആ കേടിന്റെ അതിന്റെ കൺസിസ്റ്റൻസി വിചാരിക്കും പോലെ നമുക്ക് കിട്ടില്ല. ഫുഡ് അലർജി വരാൻ സാധ്യത എന്താ? ചിലവർക്ക് ഈ പെൻസിലിൻ അലർജി വളരെ വളരെ ഒരു സീരിയസ് ഇഷ്യൂ ആണ്. പെൻസിലിന്റെ ചെറുതായിട്ട് ഒരു പെൻസിലിനോ അതിന്റെ ആ ബീറ്റാലാക്ടാം അംഗത്തിൽപ്പെട്ട ക്ലാസ് ആന്റിബയോട്ടിക് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ സീരിയസ് റിയാക്ഷൻസ് ഉണ്ടാവും ചിലവർക്ക്. അപ്പോൾ അതും ഒഴിവാക്കാം. നാച്ചുറലി ബെറ്റർ ഹെൽത്ത്. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ കുറയുമ്പോൾ പാലിന്റെ ക്വാളിറ്റിയും കൂടും. ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ മോർ ഹെൽത്തി ഡ്രിങ്ക് അല്ലേ?
അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ കർഷകരും പെടും അതിൽ, അല്ലേ? അപ്പോൾ ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ കർഷകരും അതിൽ തന്നെ വരും. എല്ലാ കർഷകരും ഉപഭോക്താക്കൾ തന്നെയാണല്ലോ. അപ്പോൾ അവരെയും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി രാജ്യം ഒരു കൺട്രി വൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഇടയ്ക്ക് 2018 ഈ FSSAI, അത് ഈ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ, അവർ ഈ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ഓർഡർ, അതിൽ കുറെ ആന്റിബയോട്ടിക്സ് പാലിൽ പാടില്ല. പാലിൽ മാത്രമല്ല, പാലും പാലുൽപ്പന്നങ്ങളും ഈ ഇറച്ചി, മീൻ എല്ലാം അതിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന ആന്റിബയോട്ടിക്സ് ഈ അളവിൽ കൂടാൻ പാടില്ല. അത് എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത്? ജാനുവരി 2019 മുതൽ അത് ഈ ഫോഴ്സിൽ വന്നു. ഇനിയിപ്പോ FSSAI എവിടെ വേണമെങ്കിലും സാമ്പിൾ ചെക്ക് ചെയ്യാം, കളക്ട് ചെയ്യാം. അതിൽ അവർ ഈ പറയുന്ന സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പാല് അവർക്ക് പിടിച്ചെടുക്കാനും പിന്നെ തുടർ നടപടികൾ എടുക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പോൾ ഈ പറയുന്ന പാരമ്പര്യ നമ്മൾ ഈ ചികിത്സാ രീതികളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ, ഈ പറയുന്ന ഡാറ്റ, നമ്മൾ കൂടുതൽ ഡാറ്റ അതിനെക്കുറിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ലോകം അംഗീകരിക്കും. ഇത് ഒരു പറഞ്ഞ പോലെ ഒരു ചികിത്സാ രീതിയാണ്, ഒരു അംഗീകരിക്കപ്പെട്ട ചികിത്സാ രീതിയാണ്. ഈ ചൈനീസ് ഹെർബൽ മെഡിസിൻ എന്ന് പറയും, ചൈനീസ് ഇന്ത്യൻ മെഡിസിൻ അല്ലെ ഇന്ത്യൻ ഹെർബൽ മെഡിസിൻ എന്ന് എവിടെ പറയാത്തത് എന്താ? നമ്മൾ അതിനനുസരിച്ച് ഡാറ്റ ഉണ്ടാകാത്തതുകൊണ്ട്. അത് ഞാൻ പിന്നീടുള്ള സ്ലൈഡുകളിൽ ഞാൻ പറയാം അതിന്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ്. ഇന്റർനാഷണൽ മാർക്കറ്റ്, ഇപ്പോൾ മാർക്കറ്റ് എവിടെ നോക്കുകയാണെങ്കിലും അവർ ആന്റിബയോട്ടിക് ഫ്രീ മിൽക്ക്, സൊമാറ്റിക് സെൽ കൗണ്ട് ഇത്രേ കുറവേ പാടുള്ളൂ, അല്ലേ? ഇതെല്ലാം അനിവാര്യമാണ്. വേൾഡ് ട്രേഡിന്റെ ഒരു ബേസിക് സാധനങ്ങളാണ് ഈ ആന്റിബയോട്ടിക് റെസിഡ്യൂ ഫ്രീ ആയിരിക്കണം, പിന്നെ ഈ പറയുന്ന പാലിന് ഈ ഗുണങ്ങളെല്ലാം വേണം. അപ്പോൾ ഇനി നമുക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ, പ്രോഡക്ട്സ് ആവട്ടെ, പാലാവട്ടെ, പാൽ ഉൽപ്പന്നങ്ങളാവട്ടെ, ആന്റിബയോട്ടിക് റെസിഡ്യൂ ഫ്രീ ആണെങ്കിൽ എപ്പോഴും നമുക്ക് മാർക്കറ്റിൽ ഒരു ഉയർന്ന ഒരു ലെവലിൽ നമുക്ക് എപ്പോഴും വിലയും കിട്ടും, കൊടുക്കാനും കഴിയും. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം AMR, അതിനെ നമ്മൾ തുരത്തുന്നു എന്നതാണ്. AMR എന്താണ്? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ എന്ത് ആന്റിബയോട്ടിക് കൊടുത്താലും ഈ അണുക്കൾ അതിൽ ഫലപ്രദമാകാണ്ട് പോകുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും സ്ഥിതി എന്താണ്? നമ്മൾ എന്ത് ആന്റിബയോട്ടിക് മനുഷ്യരിൽ കൊടുത്താൽ അത് ഒരു എഫക്റ്റും ഇല്ലാണ്ട്, പിന്നെ ചികിത്സയ്ക്ക് ഒരു വഴിയില്ലാണ്ട് അവസാനം ആൾക്കാർ അങ്ങനെ മരിച്ചു പോകുന്ന സ്ഥിതിയാണ് ഈ AMR കൊണ്ടുള്ള പ്രശ്നം. ഇപ്പൊ അത് ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയാം. പക്ഷെ ഈ പറയുന്ന പാരമ്പര്യ ചികിത്സാ രീതി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ആന്റിബയോട്ടിക് സ്വഭാവം കുറയും. അപ്പൊ സ്വാഭാവികമായി ആന്റിബയോട്ടിക്സ് കുറയുമ്പോൾ ഈ പറയുന്ന AMRന്റെ പ്രശ്നവും നമുക്ക് ഏറെക്കുറെ പരിഹരിക്കാൻ കഴിയും. AMR മനുഷ്യരിൽ മാത്രം ആന്റിബയോട്ടിക് കഴിച്ചാൽ AMR കുറയുന്നല്ല, ഈ മൃഗങ്ങളിൽ കഴിച്ചാലും എഫക്റ്റ് മനുഷ്യരിൽ അത് കാണും. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെ പഠിക്കാം? ഈ പറയുന്ന ഈ പാരമ്പര്യ ചികിത്സ രീതി എങ്ങനെ വന്നു? മനുഷ്യൻ പണ്ട് മുതലേ പ്രകൃതിന്റെ അനുഭവം, പ്രകൃതിനെ ശരിക്കും നോക്കിയും കണ്ടുമാണ് ഈ പറയുന്ന ഈ പാരമ്പര്യ ചികിത്സാ രീതി വന്നത്. അത് 3 മെയിൻ രീതികളാണ് നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്നത്. ഒന്ന് ജിയോഫേഗി എന്ന് പറയും. ജിയോഫേഗി എന്ന് വേറെ ഒന്നുമല്ല, മണ്ണ് തിന്നുന്ന ഒരു പ്രവണത, ഇല്ലേ? അത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാം, ഈ തത്തകളും പല പക്ഷികളും മൃഗങ്ങളും എല്ലാം ഈ കളിമണ്ണ് തിന്നുന്നു. കളിമണ്ണെന്ന് പറഞ്ഞാൽ അതില് വലിയ മിനറൽസ് ഒന്നുമില്ല. സാധാരണ സറൗണ്ടിങ് സോയിലിനെക്കാട്ടിലും മിനറൽ കുറവാണ് ഈ പറയുന്ന കളിമണ്ണ്. പക്ഷെ എന്നാലും എന്തുകൊണ്ട് ഈ മൃഗങ്ങളും പക്ഷികളും ഇത് കഴിക്കുന്നു? എന്താ വെച്ചാൽ അതിൽ മിനറൽസിന് കാരണം ആകാൻ ഒരു വഴിയില്ല. എന്താ വെച്ചാൽ അത് മിനറൽസ് കുറവാണ്. കാരണം ഇതാണ്, ഇതിൽ ഈ പറയുന്ന ടോക്സിൻസ്, ഈ വിഷാംശങ്ങൾ, ഈ പൂപ്പൽ വിഷാംശം, ഈ ചില ചെടികളിലുള്ള വിഷാംശം, ഈ അണുക്കൾ ഉണ്ടാക്കുന്ന വിഷാംശം, ഇതെല്ലാം ഇത് ന്യൂട്രലൈസ് ചെയ്യും വയറ്റിൽ. അതിനുവേണ്ടിയാണ് ഈ മണ്ണ് കഴിക്കുന്നത്. ഈ മനുഷ്യരിലും ചില ഈ ട്രൈബൽ റീജിയനിൽ മനുഷ്യർ പോലും കഴിക്കാറുണ്ട് ഈ മണ്ണ്. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു രീതി.
രണ്ടാമത് മെക്കാനിക്കൽ സ്കോറിംഗ്. മെക്കാനിക്കൽ സ്കോറിംഗ് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പൊക്ലൈൻ വെച്ച് മാന്തുന്ന രീതി. ഈ കൂടുതൽ രോമമുള്ള ചെടികൾ, ഈ ഇലകൾ പെറുക്കി ചില ഈ മൃഗങ്ങൾ, പ്രത്യേകിച്ച് കുരങ്ങൻ, എല്ലാ മൃഗങ്ങളും ഈ കൂടുതൽ രോമമുള്ള ഇല നോക്കി അവർ ചവക്കില്ല, അതേപടി വിഴുങ്ങും. അതിന്റെ ആക്ഷൻ എന്താണ്? ഈ കുടലിൽ നിന്ന് മുഴുവനെയും ഈ വിരകളെല്ലാം മാന്തി ആ ഹുക്ക്, കുറെ ഹുക്സ് ഉണ്ടാവുമല്ലോ ഈ ഇലയുടെ മുകളിൽ, അതിന്റെ ആക്ഷൻ വെച്ച് ഇതെല്ലാം മാന്തി മെല്ലെ മെല്ലെ വയറ്റിൽ നിന്നെല്ലാം പുറത്ത് കളയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പൂച്ചകളും തിന്നുന്നുണ്ടാവും, പട്ടികൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ആ ചെടികളിൽ ഏത് ചെടിയാ അത് നോക്കി എടുക്കുന്നത്? രോമങ്ങളുള്ള ചെടിയായിരിക്കും എപ്പോഴും. അത് ഒരു മെക്കാനിക്കൽ എഫക്റ്റ് ആണ്, ഈ മാന്തി എടുക്കുന്ന എഫക്റ്റ്. 3 ടോപ്പിക്കൽ യൂസ്. ടോപ്പിക്കൽ യൂസ് നമ്മൾ ഈ കിളിക്കൂടുകൾ ശ്രദ്ധിച്ച കാണാം. അവർ നല്ല മണമുള്ള, ഒരു പ്രത്യേക മണമുള്ള ചെടികൾ ചില കിളികൾ കൂട്ടിൻ്റെ അകത്ത് വെക്കും. ഈ ടൗൺ പ്രദേശത്ത് ഇത് കണ്ടുപിടിച്ചിട്ട് ഈ ചില കിളികളെല്ലാം ഇതിന്റെ സിഗരറ്റിന്റെ ബഡില്ലേ, സിഗരറ്റിന്റെ ബഡ് ഇതെല്ലാം വെച്ച് അവരുടെ കൂടിൻ്റെ അകത്ത് വെക്കും. ഈ സിഗരറ്റിന്റെ ബഡ് അറിയാം, നിക്കോട്ടിൻ ഉണ്ട്. അത് കാരണം അതിന്റെ കുഞ്ഞുങ്ങളുടെ മേത്ത് ഈ ചെള്ള് ഇത്യാദികൾ വരാനുള്ള സാധ്യത വളരെ കുറയ്ക്കും. അപ്പോൾ ഈ പറയുന്ന പ്രകൃതിയിൽ നിന്ന് കണ്ടിട്ടാണ് മനുഷ്യരിതെല്ലാം മെല്ലെ മെല്ലെ പഠിച്ച് പിന്നെ അവരുടെ ബുദ്ധി അനുസരിച്ച് അത് പിന്നെ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ലെസൺസ് ഫ്രം നേച്ചർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ ട്രഡീഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മാർ മാത്രമല്ല, എല്ലാ മൃഗങ്ങളും ചെയ്യുന്നൊരു ഒരു ചികിത്സാ രീതിയാണ്. ഇപ്പോ ഈ പാരമ്പര്യ ചികിത്സാ രീതിയുടെ റിലവൻസ് എന്താണ്? ഇപ്പോഴല്ല, പണ്ട് മുതലേ ഇപ്പോ ആസ് ഓൺ ടുഡേ 80% ആൾക്കാർ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇപ്പോഴും ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ഹീലിംഗ്. പണ്ടറിയാം, ഒരു 40-30 വർഷം മുമ്പേ അല്ലെങ്കിൽ 40 വർഷം മുമ്പേ എല്ലാ അങ്ങാടിയിലും ഒരു വൈദ്യരുടെ കട ഉണ്ടായിരുന്നു, ഇല്ലേ? അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എല്ലാവരും വൈദ്യരുടെ അടുത്ത് പോയി ഒരു ഗ്ലാസ് 5 രൂപയോ 10 പൈസയോ 50 പൈസയോ വെച്ച് ഒരു ഔൺസ് തരും, കുടിക്കും. അപ്പോൾ ആ ഒരു പ്രവണത ഇപ്പോഴും പല രാജ്യങ്ങളിലും ഡെവലപ്പിംഗ് കൺട്രീസിലും അത് നടപ്പിലാണ്. ഇത് WHO റിപ്പോർട്ടാണ്. 80% ഓഫ് പീപ്പിൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇപ്പോഴും ഈ പാരമ്പര്യ ചികിത്സാ രീതിയിലാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ പറയുന്ന അലോപ്പത്തിക് ഡ്രഗ്സ്, 25% അലോപ്പത്തിക് ഡ്രഗ്സ് ഒരു 120 ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസസ് ഈ പറയുന്ന ഈ കൺവെൻഷണൽ ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റൻസസ് ഈ പ്ലാന്റ് ഡിറൈവ്ഡ് ആണ്. ഓൾമോസ്റ്റ് 50% എന്ത് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആവട്ടെ, ലേറ്റസ്റ്റ് പ്രോഡക്ട്സ് ആവട്ടെ, 40 to 50% പ്ലാന്റിൽ നിന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ഇതൊരു ഇതാണ്. 75% വെറ്റിനേറിയൻസ്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻ ഡെവലപ്ഡ് കൺട്രീസ്, അഡ്വാൻസ്ഡ് കൺട്രീസ് ലൈക്ക് ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം 75% വെറ്റിനേറിയൻസും, ഇതൊരു ലേറ്റസ്റ്റ് സർവേ ആണ്, 2016 നടന്നതാണ്. അവര് എത്നോ വെറ്റിനറി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അവരുടെ തനതായ ചില പ്രാക്ടീസസ് ഉണ്ട് ഈ ഹെർബ്സ് ഉപയോഗിച്ച്. 75% പേര് ഉപയോഗിക്കുന്നുണ്ട്, എസ്പെഷ്യലി ക്രോണിക് കേസസിലെല്ലാം. അപ്പോൾ ഇത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ചൈനയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. എല്ലാ രാജ്യങ്ങളിലും അവരവരുടേതായ ഈ എത്നോ വെറ്റിനറി പ്രാക്ടീസസ് നിലവിലുണ്ട്. ആൻഡ് ഈ നമ്മൾ പറയുന്ന ഈ പാരമ്പര്യ ചികിത്സാ രീതി വെറും അസുഖങ്ങൾക്ക് മാത്രമല്ല, ഈ എത്തോളജിക്കൽ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം, മൃഗങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുക, പ്രിവെന്റീവായിട്ട് തെറാപ്പി, ഇതിലെല്ലാം മാനേജ്മെന്റ്, ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ എത്നോ വെറ്റിനറി. ഇപ്പൊ നമ്മളിപ്പോ ഊന്നൽ കൊടുത്തിരിക്കുന്നത് വെറും ട്രീറ്റ്മെന്റിലാണ്. പക്ഷെ വെറും ട്രീറ്റ്മെന്റ് മാത്രമല്ല, ഇപ്പോൾ മലബാറിൽ ചെയ്യുന്ന പോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ്, പ്രതിരോധ ശക്തി കൂട്ടുക, അസുഖം വരാണ്ട് നോക്കുക, അതും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാക്ട്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എപ്പോഴും എക്സ്ട്രാക്ട്സിലാണ്. അപ്പോൾ ഇത് റിഡക്ഷനിസ്റ്റ് ഒരു ചിന്താഗതി എന്ന് പറയുമ്പോൾ, ടെർമറിക് നമ്മൾ എടുക്കുകയാണ്, ഏത് മഞ്ഞൾ എടുക്കുകയാണെന്ന് വെച്ചാൽ, മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുർക്കുമിൻ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് കുർക്കുമിൻ. പക്ഷെ വേറൊരു 10,000
ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഈ ടെർമറിക്കിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. വെറും കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്ത് കുർക്കുമിൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന എഫക്റ്റ് അത് ആ ഒരു സബ്സ്റ്റൻസിന് കിട്ടണമെന്നില്ല. ഈ ഫാർമസി ഇപ്പൊ അതല്ലേ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു സാധനം എക്സ്ട്രാക്ട് ചെയ്ത് അത് ഗുളികയായിട്ട് നൽകുന്നു. അപ്പൊ അത് അതിന്റെ ഹോൾ ഹെർബിന്റെ എക്സ്ട്രാക്ടിന്റെ അത്ര എഫക്റ്റ് അതിന് കിട്ടണമെന്നില്ല. അതുപോലെ ഈ ഗാർലിക് പേൾ അതല്ലേ ചെയ്യുന്നത്, ഗാർലിക് എന്ന് അതിന്റെ എക്സ്ട്രാക്ട് ചെയ്ത് അതിന്റെ സൾഫേറ്റ് അതിന്റെ റാഡിക്കൽ മാറ്റി, അപ്പൊ അതിന്റെ മണം പോകും, എന്നിട്ട് ഗുളികയിലാക്കി കൊടുക്കുന്നു. അതിലൊരു 45 സ്റ്റഡീസോളം ഉണ്ട്. ഈ പറയുന്ന ഈ ഗാർലിക് പേളിന്റെ എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് നില്ലാണ്. ബിക്കോസ് ഗാർലിക് ആസ് സച്ച് കൊടുക്കുന്നില്ല, അതിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. സോ ഇതിൽ പല പല കോമ്പണൻസ് ഈ നമ്മള് കുർക്കുമിൻ ആൻഡ് ടെർമറിക് ഒരു എക്സാമ്പിൾ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ എന്തെല്ലാം ഹെർബ്സ്, ഇതെല്ലാം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റിന് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പറഞ്ഞ പോലെ ആ ടാബ്ലറ്റ് കഴിക്കുക, ഈ ടാബ്ലറ്റ് കഴിക്കുക. പക്ഷെ അതിന്റെ ഈ ഉള്ളടക്കം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റ് ഒരിക്കലും വരുന്നില്ല. കോംപ്ലക്സ് ആക്ഷൻ ആണ്, വളരെ വളരെ സങ്കീർണമായ ഒരു ആക്ഷൻ ആണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻസ് എല്ലാം കൂടെ തരുന്ന ഒരു ക്യുമുലേറ്റീവ് ആക്ഷൻ ആണ് ശരിക്കും പറഞ്ഞ ഹെർബൽ ട്രീറ്റ്മെന്റിന്റെ ഒരു ഗുണം, അല്ലാണ്ട് ഏതെങ്കിലും ഒരു കോമ്പണന്റിന്റെ ആക്ഷൻ അല്ല. അപ്പോൾ മോസ്റ്റ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ് ആസ് എ ഹോൾ തന്നെയാണെന്നുള്ളതാണ് അതിന്റെ ഒരു സാരം. ആൻഡ് മെനി ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ടെർമറിക്കിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുർക്കുമിൻ മാത്രമേ അറിയുള്ളൂ, പക്ഷെ അതിൽ 2000-ഓളം വേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവുകയാണ്. ഇതെല്ലാത്തിന്റെയും കൂടെ ഒരുമിച്ചുള്ള ആക്ഷൻ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ടെർമറിക്കിന്റെ നമ്മൾ പാലിലോ അല്ലെങ്കിൽ ഡയറക്ട്ലി ടെർമറിക് പൊടിയോ അല്ലെങ്കിൽ ടെർമറിക് ചതച്ച് എഫക്റ്റ് ആ എല്ലാ കോൺസ്റ്റിറ്റ്യൂവൻസിന്റെയും കൂട്ടായിട്ടൊരു ഒരു ആക്ഷൻ ആയിരിക്കും കറക്റ്റ് ആക്ഷൻ അതിന്റെ ശരി ലഭിക്കുന്നത് നമുക്ക്. അപ്പോൾ എ പ്ലാന്റ് ആസ് എ ഹോൾ ഇസ് ദി ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. അപ്പൊ അതാണ് ഒരു കാര്യം മനസ്സിൽ ഇപ്പോഴും വെക്കേണ്ടത്. പക്ഷെ പലരും ചോദിക്കും ഇതിന്റെ എക്സ്ട്രാക്ട് എടുത്ത് നമുക്ക് ചെയ്താൽ പോരെ. പക്ഷെ എക്സ്ട്രാക്ടിന്റെ വ്യത്യാസം ഇതാണ്, പല പല കോൺസ്റ്റിറ്റ്യൂവൻസും നമ്മൾ വിട്ടുപോകും അല്ലെങ്കിൽ അത് നശിച്ചു പോവും. അപ്പൊ അത് നമ്മൾ ഈ ഹോൾ ഹെർബിന്റെ എഫക്റ്റ് ഒരിക്കലും അതിൽ കിട്ടില്ല. പിന്നെ ഇതിനെ കുറിച്ച് ഹിസ്റ്ററി എല്ലാവർക്കും അറിയാം. ആയുർവേദ ഓൾമോസ്റ്റ് 4500 BC. പക്ഷെ അത് തുടങ്ങിയത് എപ്പോഴും ഈ ആയുർവേദത്തിനേക്കാളും മുമ്പ് ഉണ്ടായിരുന്നതാണ് ഈ ട്രഡീഷണൽ മെഡിസിൻ, അതായത് പാരമ്പര്യ ചികിത്സാ രീതി. അതിന്ന് തിട്ടപ്പെടുത്തി ഓരോ ചട്ടക്കൂട്ടിലാക്കിയതാണ് ഈ ആയുർവേദം. അതിനേക്കാളും മുമ്പേ ഉള്ളതാണ് ഈ ട്രഡീഷണൽ മെഡിസിൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തില് ഡോക്യുമെന്റഡ് ആയുർവേദത്തിലാണെന്നെങ്കിലും പക്ഷെ ട്രഡീഷണൽ മെഡിസിൻ അൺഡോക്യുമെന്റഡ് ഇതിനേക്കാട്ടിലും മുമ്പേ ഉള്ള ആണെന്നുള്ള ഒരു വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. ആയുർവേദത്തിൽ 8 ബ്രാഞ്ചസിൽ 3 ബ്രാഞ്ചസ് റിലേറ്റഡ് ടു ആനിമൽസ് ആണ്. പശു ആയുർവേദ, ഗജായുർവേദ ആൻഡ് അശ്വ ആയുർവേദ. എന്തുകൊണ്ടാണത്? എന്നുവെച്ചാൽ ആ കാലത്തിൽ ബീസ്റ്റ് ഓഫ് ബർഡൻ ഇതായിരുന്നു അല്ലെ. പശുക്കൾ പാല് തരുന്നു, ഈ കുതിരകൾ മൂവ്മെന്റിന് വേണ്ടി ആൻഡ് ഈ ആനകൾ മൂവ്മെന്റിന് വേണ്ടിയും വാറിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈ 3 സ്പീസീസിന്റെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഈ പറയുന്ന ചികിത്സാ രീതികൾ. ഇത് പറയുന്നു 1000 BC നകുല സഹദേവ, ദേവർ എക്സ്പേർട്സ് ഇൻ ഹോർസസ്. മഹാഭാരത നകുല സഹദേവ. ശാലിഹോത്ര സപ്പോസ് ടു ബി ദ ഫസ്റ്റ് വെറ്ററിനറിയൻ. അശ്വായുർവേദത്തിനെ കുറിച്ച് പുള്ളിയാ എഴുതിയത്. ഫലകൽപ്യ, ഇതെല്ലാം ഡോക്യുമെന്റഡ് ടെക്സ്റ്റ് ആണ്. ഈ സഹദേവയുടെ പശു ആയുർവേദമാണ് തെലുഗുല് പാം സ്ക്രിപ്റ്റ്സിൽ ഇപ്പോഴും കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത് തെലുഗുലുള്ളത്. അപ്പൊ അതിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ ഇപ്പോ സഹദേവാസ് പശു ആയുർവേദ എന്ന് പറയുന്നത്. പിന്നെ എംപറർ അശോകയുടെ കാര്യം എല്ലാവർക്കും അറിയാം. അശോക ചക്രവർത്തി ആ സമയത്ത് തന്നെ ആൾക്കാരോട് ഈ പറയുന്ന ചെടികളെല്ലാം ഈ മെഡിസിനൽ പ്ലാന്റ്സ് വളർത്തി ഈ സിക്ക് ആനിമൽസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സംവിധാനം ആ കാലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ബ്രീഫ് ഹിസ്റ്ററി ആയുർവേദത്തിനെ കുറിച്ച്. പക്ഷെ ആയുർവേദത്തിന്റെ റൂട്ട്സ് എപ്പോഴും ട്രഡീഷണൽ മെഡിസിൻ തന്നെയായിരുന്നു എന്നുള്ളതാണ്. 70-കൾ മുതൽ ആണ് ഈ പിന്നീട് നമ്മുടെ ഇന്ത്യ സംബന്ധിച്ചാണെങ്കിൽ 70-കൾ മുതലാണ് ഈ പറയുന്ന ഈ ആയുർവേദവും ട്രഡീഷണൽ മെഡിസിനിൽ കുറച്ചും കൂടെ ഊന്നൽ കിട്ടാൻ തുടങ്ങിയത്. ആദ്യം കുറച്ച് യൂണിവേഴ്സിറ്റീസിലെ ഇതിനെ കുറിച്ചുള്ള കോഴ്സസ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ, ആഫ്രിക്ക, ജർമ്മനി, ഫ്രാൻസ്, UK, ഹോളണ്ട്. പിന്നീട് കോർണൽ യൂണിവേഴ്സിറ്റി, സ്റ്റാൻഫോർഡ്, ഹാർവാർഡ്
ടഫ്റ്റ്, ഇതിലെല്ലാത്തിലും ഹെർബൽ മെഡിസിനെ കുറിച്ചുള്ള കോഴ്സസ് ഇപ്പൊ ഉണ്ട്. ഇറ്റ് ഇസ് എ നോൺ സയൻസ് ആൻഡ് ഇറ്റ് ഇസ് എ ലെജിറ്റിമേറ്റ്, ഈ ഗവേഷണത്തിന് വേണ്ടി ലെജിറ്റിമേറ്റ് ഫീൽഡ് ആയിട്ട് തന്നെ കണക്കാക്കിയത് 1986 മുതലാണ്. ആൻഡ് ഫസ്റ്റ് എവർ ഇന്റർനാഷണൽ കോൺഫറൻസ് ഈ ആയുർവേദിക് വെറ്റിനറി ആൻഡ് ട്രഡീഷണൽ വെറ്റിനറി മെഡിസിനിൽ നടന്നത് ഇന്ത്യയിൽ തന്നെയാണ് 1997. അത് വേൾഡ് ബാങ്ക് സപ്പോർട്ടഡ് ആയിരുന്നു, ഫാർമ കമ്പനീസ് ഉണ്ടായിരുന്നു. ആൻഡ് ബേഫ് ആണ് ഹോസ്റ്റ് ചെയ്തത്. എല്ലാവർക്കും അറിയാം ബേഫ് അല്ലെ, അവരാണ് അത് ഹോസ്റ്റ് ചെയ്തത്. ഏറ്റവും കൂടുതൽ ഈ പാരമ്പര്യ ചികിത്സാ രീതിയിൽ പണിയെടുത്തിരിക്കുന്നതും ബേഫ് തന്നെയാണ്, എനിക്ക് യാതൊരു സംശയമില്ല. അവർ കാലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരാണ് ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഇന്ത്യയിൽ. അത് കഴിഞ്ഞിട്ട് പല ലോകത്തിന്റെ പല ഭാഗത്തായിട്ടും പല പല കോൺഫറൻസുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന നമ്മുടെ ഈ ഡെവലപ്പിംഗ് വേൾഡിന് എപ്പോഴും ഒരു ഭയം, ഇതിനെ കുറിച്ച് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ പ്രസന്റ് ചെയ്യാൻ ഒരു ഭയങ്കര ഒരു ജാള്യത, ഒരു ചമ്മൽ പോലെയായിരുന്നു. അവിടുന്ന് യൂറോപ്യൻ കൺട്രീസിനും ഈ ഡെവലപ്പ് കൺട്രീസിനും പേപ്പർ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഡെവലപ്പ് കൺട്രീസിൽ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് ഡോക്യുമെന്റ് ചെയ്യാനും തുടങ്ങിയത് തന്നെ. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും നമുക്കൊരു കൾച്ചർ ഉണ്ടല്ലോ, വി ഓൾവേസ് ട്രൈ ടു ഫോളോ. നമ്മളൊരു വെസ്റ്റേൺ ഒരു രീതി ഫോളോ ചെയ്യുന്നൊരു രാജ്യമായി മാറി മോസ്റ്റ് ഓഫ് ദ ഡെവലപ്പിംഗ് വേൾഡ്. തനതായ നമ്മുടെ ആ ഒരു പാരമ്പര്യ ചികിത്സാ രീതി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ കുറച്ച് അവിടുന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ പേപ്പേഴ്സ് എല്ലാം ഒരു 80 മുതലാണ് നമ്മൾ ഇന്ത്യൻ പേപ്പേഴ്സ് നമുക്ക് കുറച്ച് കാണാൻ തുടങ്ങി. ദാറ്റ് ടു ഓൺലി ആഫ്റ്റർ വെസ്റ്റേൺ പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ ഇപ്പോ ആഫ്റ്റർ 90s ഇതിന്റെ വളരെ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് herbal veterinary medicine, and not only herbal veterinary medicine, also human side. And അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നോക്കൂ, ഹെർബൽ മെഡിസിൻ കോഴ്സസ് അക്രോസ് ദ ഗ്ലോബ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എന്തോരം യൂണിവേഴ്സിറ്റീസ് ആണ് അത് നടത്തുന്നത്. ടഫ്റ്റ് യൂണിവേഴ്സിറ്റി, ഇന്റർനാഷണൽ കോളേജ്, ന്യൂ മെക്സിക്കോ ഇന്റർനാഷണൽ വെറ്റിനറി ആക്കി. സോ ഇതെല്ലാം ഇന്റർനാഷണൽ സെന്റേഴ്സ് UK-ലുണ്ട്, കാനഡയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഓൾ ദി കോഴ്സസ് ആർ ഓൺ ചൈനീസ് ഹെർബൽ മെഡിസിൻ. ഇന്ത്യൻ ഹെർബൽ മെഡിസിന്റെ ഒരു വാക്ക് പോലും എവിടെയും പരാമർശിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന തനുവാസിലാണ്. തനുവാസിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, ആൻഡ് TDU അവിടെ ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോഴ്സ്. ബാക്കി ഇന്ത്യയിൽ ഒരു വെറ്റിനറി അല്ലെങ്കിൽ എത്നോ വെറ്റിനറി ആയിട്ട് സംബന്ധിച്ച് ഒരു ഹെർബൽ മെഡിസിൻ കോഴ്സ് ഉള്ളതായിട്ടുള്ള അറിവില്ല. ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം നല്ലതായിരിക്കും. പണ്ട് ഒരു 1000 വർഷം മുമ്പ് ഒരു 30ഓളം യൂണിവേഴ്സിറ്റീസ് നമ്മുടെ രാജ്യത്തിലുണ്ടായിരുന്നു. നമുക്ക് അറിയുന്ന നാളന്ത, തക്ഷശില മാത്രം. പക്ഷെ 30ഓളം വളരെ അഡ്വാൻസ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. അത് പല രാജ്യത്തു നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്, എസ്പെഷ്യലി ചൈന. നിങ്ങൾക്കറിയാം, നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി കുറെ ആ കാലഘട്ടത്തിൽ, അത് 400 മുതൽ 600 AD ഈ രണ്ടുപേര് ഇല്ലേ, ഫാഹീനും ഹുവാൻസാങ്ങും വന്ന ആ സമയത്ത് അവരെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൽ വരെ പറയുന്നു, ഹിസ്റ്ററി. അപ്പോ അവിടുന്ന് ചൈനയിൽ നിന്ന് കുറെ പേര് പഠിക്കാൻ ഈ പറയുന്ന 10, 20ഓളം 30ഓളം യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ, സ്റ്റാർട്ടിങ് ഫ്രം കേരള ഡൗൺ ടു കാശ്മീർ, ഇത്രയും കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് മാനുസ്ക്രിപ്റ്റ്സ് പല ലാംഗ്വേജിലും, സംസ്കൃത്, തമിഴ്, പ്രോബബ്ലി ഓൾ സബ്ജക്ട്സ് അണ്ടർ ദി സൺ, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം പിന്നീട് എന്തായി, നമ്മളിവിടെ പഠിച്ച് അതൊരു വലിയൊരു കരിയർ ഓപ്ഷനായി മാറി. നമ്മളിതെല്ലാം ഇവിടുന്ന് പഠിച്ച് ബാക്കി രാജ്യങ്ങളിൽ പോയി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ഈ ചൈനീസ് ഇപ്പൊ ഹെർബൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ചൈനീസ് ഹെർബൽ മെഡിസിൻ ഇല്ലേ, എല്ലാം പോയത് ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഫ്രം അവർ കൺട്രി. ഈ സ്ക്രിപ്റ്റ്സ്, ഇറ്റ് ഈസ് എ ഹ്യൂജ് കരിയർ ഓപ്ഷൻ. ഈ പറയുന്ന എത്രയോ പേര് ഇന്ത്യയിൽ നിന്ന് ചൈനയിൽ പോയി ഈ പറയുന്ന മാനുസ്ക്രിപ്റ്റ്സ് കൊണ്ടുപോയി അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് കൊടുത്ത് അതൊരു കരിയർ ഓപ്ഷനായി
പല പേരുടെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പല കുറെ പേര് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ദർ ഓൾമോസ്റ്റ് 30-40 പീപ്പിൾ, പ്രോമിനന്റ് പീപ്പിൾ. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയാൽ അവരുടെ പേര് കിട്ടില്ല. അവരുടെ പേര് ചൈനീസ് നെയിംസിലാണ് അവരെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു കണക്ട് ഇല്ല. പക്ഷെ ഇന്ത്യൻ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 30-40 വളരെ വളരെ പ്രഗത്ഭരായ ആൾക്കാർ അവിടെ പോയി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. ഈ പറയുന്ന കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻസ് ഓൾ ലാംഗ്വേജസിൽ ചൈനീസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആൻഡ് നൗ വാട്ട് യു ആക്ച്വലി സേ ഇസ് ചൈനീസ് ഹെർബൽ മെഡിസിൻ ഈസ് മോസ്റ്റ്ലി ഗോൺ ഫ്രം അവർ കൺട്രി. ഇതിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് അവിടെ ഈ സൈഡിലോട്ട് മാത്രമല്ല, ടുവേർഡ്സ് ദി വെസ്റ്റ് ഓൾസോ, അറബിലേക്ക് ഖാലിഫുള്ള സമയത്ത് ലോട്ട് ഓഫ് പീപ്പിൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പോയി ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തു ടു അറബിക്. അപ്പോൾ ഈ അറബിക് ട്രാൻസ്ലേഷൻസ് ആണ് പിന്നീട് ഈ ടൊലേഡോ സ്കൂൾ ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഈ തർജ്ജമ ചെയ്യുന്ന വലിയൊരു സ്കൂൾ തന്നെ ആയിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാരെ അവര് പണി കൊടുത്ത് ഈ ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഈ 12-13 നൂറ്റാണ്ടിൽ. ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഈ സംസ്കൃതോ ബാക്കിയുള്ള ഇന്ത്യൻ ലാംഗ്വേജസിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിക്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാം പിന്നീട് അവര് ലാറ്റിൻ ആൻഡ് ഗ്രീക്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ അവസാനം ഇന്ത്യ എവിടെ ഇല്ലാണ്ടായി ഇതിൽ. എന്നുവെച്ചാൽ അത് ഡയറക്ട്ലി അറേബ്യയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പൊ അറബിക് ബേസ് ആയി. അപ്പോൾ ഇതാണ് അതിന്റെ ശരിക്കും പറഞ്ഞ ഹിസ്റ്ററി. അപ്പോൾ നോളജ് ട്രാൻസ്ഫർ ഓഫ് ഇന്ത്യ ഹാസ് നോ റെഫറൻസ് ടു ഇന്ത്യ നോ. വാട്ട് യു കോൾ ചൈനീസ് ഹെർബൽ മെഡിസിൻ ഇസ് ബേസിക്കലി ഇന്ത്യൻ ഹെർബൽ മെഡിസിൻ. അപ്പോൾ ഏത് കോഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിലും അവർ പറയുന്നത് ചൈനീസ് ഹെർബൽ മെഡിസിൻ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതാണ് അതിന്റെ ഹിസ്റ്ററി. ഓക്കെ, നൗ ഫ്യൂ ഓർഗനൈസേഷൻസ് ഇന്റർനാഷണലി ഹെർബൽ മെഡിസിനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹീഫർ ഇന്റർനാഷണൽ, ഇതെല്ലാം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ്. ഇന്ത്യയിലുള്ള ഓർഗനൈസേഷൻസ് ആന്ധ്ര ഉണ്ട്, ബേഫ് ഉണ്ട്, പിന്നെ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ ആൻഡ് TDU ഓഫ് കോഴ്സ്, അത് യൂണിവേഴ്സിറ്റിയാണ്. ഈ ഹെർബൽ മെഡിസിൻ ഫോർ ആനിമൽസ് അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇത്രയും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഉള്ളത്. ആൻഡ് ട്രേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗ്ലോബൽ ഹെർബൽ മാർക്കറ്റ് 1.5 ട്രില്യൺ ആവുമെന്ന് പറയുന്നു ബൈ 2023 ആൻഡ് അവർ 7 ട്രില്യൺ ബൈ 2050. സോ ഇതിന്റെ മാർക്കറ്റും വളരെ വളരെ വലുതാണ്. ആൻഡ് ഇന്ത്യ ഇപ്പോഴും സെക്കൻഡ് ആണ്. ചൈനയുടെ കമ്പാരിസൺ നമ്മളൊന്നുമല്ല. വി ആർ ഓൺലി 8% ആൻഡ് 28%. സോ ഹെർബൽ മെഡിസിൻ മാർക്കറ്റിംഗ് ഓൾസോ വളരെ വളരെ വലിയൊരു പ്രോസ്പെക്റ്റ് ആണ് ഉള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ ഹെർബൽ മെഡിസിൻ അല്ലെങ്കിൽ ട്രഡീഷണൽ ഫോംസ് ഓഫ് മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാം എന്നുള്ളതാണ്. എന്താണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? അതിനെ കുറിച്ച് സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞത്. AMR എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആന്റിബയോട്ടിക് ഒരു എഫക്റ്റും ഉണ്ടാവേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമുക്കൊരു അണുബാധ ഉണ്ടായി, ആന്റിബയോട്ടിക് കൊടുത്തു, അത് ഭേദമാവണ്ടേ. പക്ഷെ ആ ആന്റിബയോട്ടിക്കിന് ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഈ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നമാണ് ഈ ലോകമെമ്പാടും, ഇന്ത്യയിൽ മാത്രമല്ല. അതിന് ഇപ്പോഴും അതിന്റെ ശരിക്കുള്ള അതിന്റെ വ്യാപ്തി ആർക്കും അറിഞ്ഞുകൂടാ. ഇപ്പൊ പറയുന്ന എസ്റ്റിമേറ്റ് അനുസരിച്ച് ഒരു കൊല്ലം 7 ലക്ഷോളം പേര് ഇതുമൂലം മരിക്കുന്നു എന്നുള്ളതാണ്. 7 ലക്ഷം. ആൻഡ് അത് US മാത്രം 1.5 ലക്ഷത്തിനേക്കാളും അധികം. എവിടെ മര്യാദയ്ക്ക് റെക്കോർഡിംഗ് ഡോക്യുമെന്റേഷൻ ഉള്ളൊരു കൺട്രിയിൽ ഓൾമോസ്റ്റ് 1.6 ലാക്ക് പെർ ഇയർ ആണ് അവരുടെ കണക്കനുസരിച്ച്. ഒരു രാജ്യം വളരെ കൃത്യമായിട്ട് കണക്ക് വയ്ക്കുന്ന ഒരു രാജ്യം, ഡോക്യുമെന്റേഷൻ ഉള്ള ഒരു രാജ്യം, ആന്റിബയോട്ടിക് ഒന്നും ഓവർ ദ കൗണ്ടർ ലഭിക്കാത്തൊരു രാജ്യം. നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയ ഒരു ആന്റിബയോട്ടിക്കും നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാൻ പറ്റില്ല, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് മേടിക്കാൻ പറ്റാത്ത ഒരു രാജ്യം. അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് 1.6 ലാക്ക് പെർ ഇയർ. അപ്പൊ ഇന്ത്യയിലൊക്കെ ഉള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേ? ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആന്റിബയോട്ടിക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം, ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ്. അപ്പോൾ ഇവിടെയൊന്നും ഒരു കണക്കില്ലാത്ത കാരണം നമുക്ക് അറിഞ്ഞുകൂടാ.
Now, ഇത് പറയുന്നു ഇഫ് നോട്ട് അഡ്രസ്ഡ് 10 മില്യൺ പീപ്പിൾ, 10 ദശലക്ഷം ആൾക്കാർ ഓരോ വർഷം 2050 ഓൾമോസ്റ്റ് 10 മില്യൺ പീപ്പിൾ ആനുവലി മരിക്കുന്നതാണ്. അതിന്റെ ലോസ് എന്ന് പറയുമ്പോൾ GDP-യുടെ 2 to 3.5% ആയിരിക്കും ആ സമയത്ത്. അത് ഗ്ലോബലി, ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ. ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? റിപ്പോർട്ട് അനുസരിച്ച്, പേപ്പർ റിപ്പോർട്ട്സേ ഉള്ളൂ നമുക്ക്. ഓൾമോസ്റ്റ് 56,500 കുഞ്ഞുങ്ങൾ എല്ലാ കൊല്ലവും AMR മൂലം മരിക്കുന്നു എന്നാണ് പറയുന്നത്. പേപ്പർ റിപ്പോർട്ട് അനുസരിച്ച് 56,500 ന്യൂ ബോൺസ് ഡൈ എവറി ഇയർ. ആൻഡ് ഈ ഇൻഫെക്ഷൻ അവർക്ക് കിട്ടുന്നത് ബേസിക്കലി വെന്റിലേറ്റേഴ്സ് എന്നാണ്. ആൻഡ് ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് ആന്റിബയോട്ടിക്സ് ഫോർ ഹ്യൂമൻസ് ഇൻ ദ വേൾഡ്, ലാർജസ്റ്റ്. ആൻഡ് ഈ 2005 2009 40% ഈ ആന്റിബയോട്ടിക് യൂസേജ് കൂടിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത്. വെറും 4 വർഷം കൊണ്ട് 40%. ജസ്റ്റ് ഇമാജിൻ. ആൻഡ് മൃഗങ്ങൾക്ക് വി ആർ ദ 4th largest കൺസ്യൂമർ ഫോർ ആനിമൽസ്, 4th largest കൺസ്യൂമർ ഇൻ ദ വേൾഡ്. ആൻഡ് സ്വാഭാവികമാണ് ഈ ഹൈ ലെവൽസ് പൗൾട്രി മീറ്റിലും ആവട്ടെ പാലിലും ആവട്ടെ സാമ്പിൾസിൽ ആന്റിബയോട്ടിക് ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ അവസ്ഥ, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ശരിക്കുള്ള കണക്ക് ഇല്ല എന്ന് തന്നെ പറയാം. എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒരു പിക്ചോറിയൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 50% ഈ ആന്റിബയോട്ടിക്സ് ഉണ്ടല്ലോ ഗ്ലോബലി ഈ വെറ്റിനറി പർപ്പസസിനാണ്, ഇത് മൃഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. 50% ആന്റിബയോട്ടിക്സ്. അപ്പോൾ ഈ 50 കൊല്ലം ഈ ആന്റിബയോട്ടിക് യൂസേജിൽ 50 കൊല്ലത്തിൽ 1 മില്യൺ ടണ്ണിനെക്കാട്ടിലും കൂടുതൽ ആന്റിബയോട്ടിക് അറ്റ്മോസ്ഫിയർ, അത് ബയോസ്ഫിയർ, അതായത് നേച്ചറിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 75 മുതൽ 95% ആന്റിബയോട്ടിക്സ് അതേപാടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്നു. പാലിൽ കൂടെ ആവട്ടെ മൂത്രത്തിൽ കൂടെ ആവട്ടെ, പക്ഷെ ഓൾമോസ്റ്റ് 75 to 95%. അപ്പോൾ ഇതെല്ലാം എവിടെ പോകുന്നു? നമ്മുടെ ജലാശയങ്ങൾ, നമ്മുടെ ഈ പാടശേഖരങ്ങൾ, അവിടെയൊക്കെ പോയി ആ ഒരു ലെവല് അവിടെ വേറെ എവിടെയും പോകാൻ സാധ്യമില്ല. നമ്മുടെ ഈ കടല്, അതാണ് ഈ ബയോസ്ഫിയർ എന്ന് പറയുന്നത് ബേസിക്കലി. അവിടെ എല്ലാം പോയി കൂടുന്നു. അവസാനം ഇതെല്ലാം നമ്മളെല്ലാം തിരിച്ച് വരികയും ചെയ്യും. ബേസിക്കലി കണ്ട ഹോസ്പിറ്റൽസ് നിന്നാവട്ടെ, നമ്മൾ ആനിമൽസിന് കൊടുക്കുന്ന ആന്റിബയോട്ടിക് ആവട്ടെ, മനുഷ്യന്മാർ കഴിക്കുന്ന ആന്റിബയോട്ടിക് ആവട്ടെ, അല്ലെങ്കിൽ ഡയറക്ട്ലി ചില ചെടികൾക്കൊക്കെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആന്റിബയോട്ടിക്സ് ഉണ്ട്, അങ്ങനെ ആവട്ടെ, ഇതെല്ലാം പോകുന്ന ഈ പറയുന്ന ബയോസ്ഫിയർ, അതായത് നമ്മുടെ എൻവയറമെന്റ് തന്നെയാണ് അല്ലെ. ഈ എൻവയറമെന്റിൽ നിന്നാണ് പിന്നീട് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ബാക്ടീരിയ, ഈ അണുക്കൾ, ഇതിനെല്ലാം തുരത്താനായുള്ള ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മളോട്ടും തിരിച്ച് ആക്രമിക്കപ്പെടുന്നു. സബ് ഡോസിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ എസ്പെഷ്യലി പൗൾട്രി, ഈ കോഴി വളർത്തലിലും പന്നി വളർത്തലിലും എല്ലാം ആന്റിബയോട്ടിക് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അസുഖം വരാണ്ടിരിക്കും, അപ്പോൾ ഗ്രോത്ത് റേറ്റ് കുറച്ച് കൂടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സബ് ഡോസിങ്ങും വളരെ ഡേഞ്ചറസ് ആണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ വളർത്തുന്ന ഒരു സംഗതിയാണ് ഈ സബ് ഡോസിങ്. അത് കാരണം ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വരാം. ഞാൻ പറഞ്ഞ പോലെ അപ് ടു 95% ഓഫ് ആന്റിബയോട്ടിക്സ് ശരീരത്തിൽ നിന്ന് പുറത്ത് അതേപടി പുറത്ത് വിടുന്നു. അപ്പൊ ഇതെല്ലാം പോകുന്നത് നമ്മുടെ ബയോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ്. അത് ഈ പറയുന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്നു, നല്ല കരുത്തുള്ള ബാക്ടീരിയ ഉണ്ടാവുന്നു. അത് പിന്നെ എന്ത് ആന്റിബയോട്ടിക് കൊടുത്താലും അതിനെ തുരത്താൻ പറ്റാത്ത ഒരു അവസ്ഥ. അതാണ് ഈ AMR. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ആന്റിബയോട്ടിക്കിന്റെ യൂസേജ് നമ്മൾ നിർത്തിയാൽ ഇത് റിവേഴ്സിബിളും ആണ്. തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് മെല്ലെ കൊണ്ടുവരാനും സാധിക്കും. ഇതൊരു ഇറിവേഴ്സിബിൾ ചേഞ്ച് അല്ല. ഇത് ഈ മാറ്റം തിരിച്ചും റിവേഴ്സിബിൾ ഒരു ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് ഈ പാരമ്പര്യ ചികിത്സാ രീതികൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് യൂസേജ് കുറയും. യൂസേജ് കുറയുമ്പോൾ മെല്ലെ ഈ പറയുന്ന റെസിസ്റ്റൻസിന്റെ പാറ്റേൺ മെല്ലെ തിരികെ പഴയ അവസ്ഥയ്ക്ക് നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. പല രാജ്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഫീൽഡിൽ നിന്ന് കണ്ടുപിടിച്ചൊരു ഇതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് AMR, പക്ഷെ ഈ ശരിക്കും ഉണ്ടോ ഫീൽഡിൽ? ശരിക്കും ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഇത് ഞങ്ങൾ ഈ എന്തെന്നാണ് എടുത്തിരിക്കുന്നത്, അകിടുവീക്കത്തിന്റെ പാല് അല്ലെ, ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് 47 കേസ്. അതിൽ നിന്ന് നമുക്ക് 11 തരം ബാക്ടീരിയ കിട്ടി. 11 തരം ബാക്ടീരിയ നമുക്ക് എന്ന് കിട്ടി. ഇവിടെ നിങ്ങൾ താഴെ നോക്കൂ, ആംപിസിലിൻ, ക്ലോക്സാസിലിൻ, അതൊരു തരം ആന്റിബയോട്ടിക് ആണ് അല്ലെ. 98% ബാക്ടീരിയ അതിന്റെ റെസിസ്റ്റന്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എഫക്റ്റും ഇല്ലാണ്ട്, ഒരു എഫക്റ്റ് ഇല്ലാത്തൊരവസ്ഥ. 98% ആംപിസിലിൻ, ക്ലോക്സാസിലിൻ റെസിസ്റ്റന്റ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഫീൽഡ് ലെവലിൽ ഇപ്പോ അകിടുവീക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അമോക്സിസിലിൻ, ക്ലോക്സാസിലിൻ, ആംപിസിലിൻ, ക്ലോക്സാസിലിൻ ഇഞ്ചക്ഷൻ 700 രൂപ 900 രൂപ വരുന്ന ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരു എഫക്റ്റും ഇല്ല. പിന്നീട് വേറെ കൊടുക്കും. ഇപ്പോ കൊടുക്കുന്ന സെഫ്ട്രിയോക്സോ അല്ലെ, സെഫാലോസ്പോറിൻ ഹൈ, അത് 1500 രൂപ 2000 രൂപ കൊടുക്കണം. ഇപ്പൊ അതിന് റെസിസ്റ്റൻസ് 0%. ഇപ്പൊ എല്ലാ ബാക്ടീരിയയും അതും കൊണ്ട് ചത്തുപോകുന്നുണ്ട്. പക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ ചിലപ്പോൾ 98% ആവും. മനസ്സിലായോ? ഈ പാറ്റേൺ ആണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ ഈ ഉപയോഗം ഒരു നിയന്ത്രണം ഇല്ലാത്ത ഉപയോഗം വരുമ്പോൾ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ സ്പീഡ് കൂടും. പെട്ടെന്ന് 10 വർഷം എടുക്കേണ്ട സമയം അത് 1 വർഷം 2 വർഷത്തിൽ സംഭവിക്കുന്നു. ആ ഒരു സ്പീഡിൽ നമ്മൾ പുതിയ ആന്റിബയോട്ടിക് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പുതിയ ആന്റിബയോട്ടിക് ക്ലാസ് വന്നിട്ട് തന്നെ 25 വർഷമായി. 25 ഇയേഴ്സ്. 25 ഇയേഴ്സിന് മുമ്പെയാണ് ഒരു പുതിയ ആന്റിബയോട്ടിക് വന്നിരിക്കുന്നത്. ഈ പറയുന്ന യൂസ് എല്ലാം, ഇപ്പൊ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് എല്ലാം ഈ പറയുന്ന ക്ലാസിന്റെ ഒരു മോളിക്യൂൾ അങ്ങോട്ട് മാറ്റി, ഒരു മോളിക്യൂൾ ഇങ്ങോട്ട് മാറ്റി, അതിന്റെ ഒരു വേരിയന്റ് ഇറക്കുന്നല്ലാണ്ട് ഒരു പുതിയ ക്ലാസ് ഓഫ് ആന്റിബയോട്ടിക് വന്നിട്ട് 25 വർഷമായി. സോ യു കൻ ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ ഒരു 10 വർഷം 20 വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ആന്റിബയോട്ടിക്സും റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ വി ആർ ലെഫ്റ്റ് നോവെയർ ടു ഗോ. നമുക്ക് പോകാൻ ഒരു ഇടം തന്നെ ഇല്ലെന്ന് ഉള്ളൊരു സ്ഥിതിയാവും. ഇപ്പൊ ആനിമൽസ്, ഇപ്പൊ അത് മനുഷ്യന്റെ കാര്യം അല്ലെങ്കിൽ മൃഗങ്ങളുടെ കാര്യമാണെങ്കിലും രണ്ടും അവസ്ഥ ഒന്ന് തന്നെ. ആനിമൽ വിൽ നോട്ട് റിക്കവർ ഫ്രോം ദ ഡിസീസ്. അസുഖത്തിൽ നിന്ന് ഒരു മുക്തി കിട്ടില്ല. അകിടുവീക്കത്തിന്റെ ഞാൻ ഉദാഹരണം പറഞ്ഞ പോലെ. അപ്പോ ആദ്യം ഒരു ആന്റിബയോട്ടിക് നോക്കും, ഒരു വ്യത്യാസമില്ല. പിന്നെ വേറെ ആന്റിബയോട്ടിക് നോക്കും, വ്യത്യാസമില്ല. അപ്പോൾ ഈ പറയുന്ന ചികിത്സ കോസ്റ്റ്, ഒരു അകിടുവീക്കം വന്നാൽ ഒരു കർഷകൻ 10,000 രൂപ 20,000 രൂപ ചെലവാക്കേണ്ട ഒരു അവസ്ഥ, സ്ഥിതിവിശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫീൽഡിൽ. ആ ഒരു അവസ്ഥ വരും. പിന്നെ അതൊരു ഡീമോട്ടിവേറ്റിംഗ് ആണ് അല്ലെ. ഒരു കർഷകന്റെ ഒരു വീട്ടില് ഒരു 2 പശുക്കൾക്ക് അകിടുവീക്കം വന്നു കഴിഞ്ഞാൽ, മാറാത്ത അകിടുവീക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ പരിപാടി നിർത്തി പോവുകയും ചെയ്യും. അയാൾ പറഞ്ഞു എനിക്കിത് പറ്റില്ല. ആ ഒരു ഡീമോട്ടിവേറ്റിംഗ് ആണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. പിന്നെ ഫാമറുടെ ട്രസ്റ്റ് അല്ലെ, ആ സിസ്റ്റത്തിലുള്ള ട്രസ്റ്റ്, ആൻഡ് ഈ വെറ്റിനറി സർവീസസിലുള്ള ട്രസ്റ്റും നശിച്ചു പോകും. ആൻഡ് ഈ പറയുന്ന ബാക്ടീരിയ നേരത്തെ പറഞ്ഞ പോലെ ആനിമൽസിൽ മാത്രം നിൽക്കുന്ന ഒരു സാധനമല്ല അണുക്കൾ. അത് മെല്ലെ മനുഷ്യരോടും പകരുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതിന്റെ ഗുണങ്ങൾ എന്താണ്? നമ്മൾ ഈ പാരമ്പര്യ ചികിത്സാ രീതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ലോസ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ആന്റിബയോട്ടിക്, നിങ്ങൾ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ആന്റിബയോട്ടിക് ഒരു 1000 രൂപ 1500 രൂപ. ഒരു മാസ്റ്റൈറ്റിസ് ട്രീറ്റ്മെന്റ് വരെ ഞാൻ പറയുന്നു. ഒരു 5 ദിവസം ചികിത്സിക്കണമെങ്കിൽ മരുന്നിന് തന്നെ ഒരു 1000 മുതൽ 1500 രൂപ വരെ വരും. ആൻഡ് കൂടുതൽ കോസ്റ്റ് ഉള്ള ഹയർ എൻഡ് ആന്റിബയോട്ടിക്സ് ആണെങ്കിൽ 4000 മുതൽ 7000 രൂപ വരെ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കണമെങ്കിൽ. നിങ്ങൾ പാരമ്പര്യ ചികിത്സാ രീതി നോക്കുകയാണെങ്കിലോ 100-150 രൂപ മാക്സിമം, അതിൻ്റെ അപ്പുറം വരില്ല. ആൻഡ് ഇത് കൂടുതൽ ഞാൻ നമ്മുടെ NDDBയുടെ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറയാം. ചില മിൽക്ക് യൂണിയൻസ് ഒരു മാസത്തെ അവരുടെ ലാഭം എന്ന് പറഞ്ഞാൽ മരുന്ന് മേടിച്ചത് കുറച്ചിട്ട് മാത്രമുള്ള ലാഭം. ആന്റിബയോട്ടിക്സ് 10 ലക്ഷമാണ് ഒരു മാസം അവർക്ക് ആന്റിബയോട്ടിക്കിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റിയത്. 10 ലക്ഷം. ഒരു കൊല്ലം കൊണ്ട് അവർ 1.5 കോടിയാണ് ജസ്റ്റ് ആന്റിബയോട്ടിക് ഈ പർച്ചേസ് കുറച്ചിട്ട് അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആന്റിബയോട്ടിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അകിടുവീക്കം വന്നു, ആന്റിബയോട്ടിക്സ് വെച്ച് ട്രീറ്റ് ചെയ്തു, അത് ഭേദപ്പെടുകയും ചെയ്തു.
പക്ഷെ ഈ പറയുന്ന മുമ്പ് കിട്ടിയ പാലിന്റെ അത്ര പാലിപ്പോ ചിലപ്പോൾ ലഭിക്കില്ല. എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞു റിജുവിനേഷൻ, അത് തിരികെ കൊണ്ടുവരാനുള്ള ഒരു കഴിവ് ഈ ആന്റിബയോട്ടിക്കിനില്ല. ആൻഡ് മിൽക്ക് വിത്ത് ഹോൾഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മുതൽ 5 ദിവസം വരെ അത് ആന്റിബയോട്ടിക് ബേസ്ഡ് ആയിരിക്കും. ചില ആന്റിബയോട്ടിക്കിന് 2 ദിവസം, ചില ആന്റിബയോട്ടിക്കിന് ഇല്ല, അത് ആകെ ഒരെണ്ണത്തിന് ഇല്ലാത്തുള്ളൂ. സേഫ്റ്റി ഓഫറിന് മാത്രമേ മിൽക്ക് വിത്ത് ഹോൾഡിങ് പീരീഡ് ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ ആന്റിബയോട്ടിക്സിനും 2 അല്ലെങ്കിൽ 2 മുതൽ 5 ദിവസം വരെ. ശരിക്കും പറഞ്ഞാൽ പാല് ഈ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതാണ് ഈ മിൽക്ക് വിത്ത് ഹോൾഡിങ്. അത്രയും 5 ദിവസം പാലൊക്കെ കളയാന്ന് പറഞ്ഞാൽ അത്രയും നഷ്ടമല്ലേ. പക്ഷെ EVM-ൽ നമുക്ക് നോക്കിയാൽ അത് ക്യൂറിങ് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്, മിൽക്ക് പ്രൊഡക്ഷൻ ബാക്ക് ടു നോർമൽ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. റിജുവിനേഷൻ ഞാൻ പറഞ്ഞ പോലെ ഇല്ലേ, ആ സെല്ലിനെ, ആ കോശത്തിനെ തിരികെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലോട്ട് കൊണ്ടുവരാനുള്ള കഴിവ് EVM എത്നോ വെറ്റിനറി അല്ലെങ്കിൽ ഈ പാരമ്പര്യ ചികിത്സാ രീതിക്കുന്നുണ്ട്. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വരെ ഈ അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ ചില ഹെർബൽ പ്രിപ്പറേഷൻസ് വളരെ എഫക്റ്റീവ് ആണ് ഈ കോൾഡിനും ഇതിന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എയിംസ് റിപ്പോർട്ടാണ്, എയിംസ് റിസർച്ചിന്റെ റിപ്പോർട്ടാണ്. ഓൾ ഇന്ത്യ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ടോപ്പ് അതോറിറ്റി ഓൺ മെഡിക്കൽ മാറ്റേഴ്സ് നമ്മൾ പറയുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അല്ലേ. അവരുടെ റിസർച്ചാണ് പറയുന്നത്. ഈ പറയുന്ന ഫിഫാട്രോൾ അതിലെന്താ ഉള്ളത്? കടലാടി, മരമഞ്ഞൾ, കറിമുട്ടൻ, ചിറ്റാമൃത്, ഈ പറയുന്ന സാധനങ്ങളാണ് തുളസി. ഇതിന്റെ ഒരു കൂട്ടാണ് ഈ പറയുന്ന ഇവര് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച്. എന്ത് കണ്ടുപിടിച്ച്? ഇതിന് വളരെ എഫക്റ്റീവ് ആണ്, ഈ പറയുന്ന കോൾഡിനും ഫീവറിനും എല്ലാം വളരെ എഫക്റ്റീവ് ആണെന്ന് അവർ കണ്ടുപിടിച്ചു. അപ്പൊ ഇത് നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയല്ലേ. എല്ലാ ഏത് വൈദ്യരുടെ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കൂട്ടങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇപ്പോഴാണ് അവർ അംഗീകരിക്കാൻ തുടങ്ങിയത് ഇതിന്റെ എഫക്റ്റ് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. ചെറിയ ലിമിറ്റേഷൻസ്, ഈ പാരമ്പര്യ ചികിത്സാ രീതിയിലുള്ള കുറവുകൾ എന്താണ്? കുറവുകൾ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അത് ഒരു വൈഡർ മാസിലോട്ട് പോവാത്തത്? പലരും അത് ഏറ്റവും കൂടുതൽ വെറ്റിനറിയൻസ് തന്നെയാണ്, അല്ലെങ്കിൽ കൂടുതൽ പഠിപ്പുള്ളവരെയാണ് അത് പറയുന്നത്. എവിഡൻസ് ഇല്ല. എങ്ങനെയാണ് ഇതിന്റെ ആക്ഷൻ? അൺനോൺ ആണ്. ആക്ഷൻ എങ്ങനെയാണ്? അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു റിഡക്ഷനിസ്റ്റ്. ടെർമറിക് എന്ന് പറഞ്ഞാൽ കുർക്കുമിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്ഷൻ എന്താണ്? അതുകൊണ്ട് ടെർമറിക് എഫക്റ്റീവ് ആണ്. ആ ഒരു റിഡക്ഷനിസ്റ്റ് ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആരെയും കുറ്റം പറയുന്നതല്ല, മോഡേൺ സയൻസിന്റെ ഒരു രീതി അതാണ്. അപ്പൊ വി ആർ ഓൾ ട്യൂൺ ടു ദാറ്റ് അല്ലേ. അപ്പൊ മോഡ് ഓഫ് ആക്ഷൻ അൺനോൺ ആണെങ്കിൽ നമ്മൾ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ മോഡേൺ ഒരു മെഡിസിൻ എങ്ങനെയാണ് അവർ എഫക്റ്റീവ് ആണെന്ന് അവർ ചെയ്യുന്നത്? പലവർക്കും അറിയായിരിക്കും. ഫസ്റ്റ് phase 1 ക്ലിനിക്കൽ ട്രയൽ 10 പേരിൽ അത് നോക്കും. പിന്നെ phase 2 ഒരു 50 പേരിൽ നോക്കും. phase 3 ഒരു 1000 പേരിൽ നോക്കും. phase 4 ഒരു 10,000 പേരിൽ നോക്കും. എന്നിട്ട് അവർ റിപ്പോർട്ട് സമർപ്പിക്കും. ഇത് ഇത്രയാണ്, ആർക്കും സൈഡ് എഫക്റ്റ് ഉണ്ടായില്ല, പാസ്റ്റ്. പക്ഷെ പാരമ്പര്യ ചികിത്സ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ രീതി എങ്ങനെയായിരുന്നു? ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് 1000 കോടി ആൾക്കാരുടെ മേൽ അത് പ്രയോഗിച്ച് തിട്ടപ്പെടുത്തി അതിന്റെ ഒരു രീതി എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഒരു വാലിഡേഷൻ ഒക്കെ എത്ര ടെസ്റ്റ് ഹാപ്പൻ ത്രൂ ഏജസ് അല്ലേ. അപ്പോ അത് വാലിഡേഷൻ ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ അത് നിലവിലുള്ളത്. പിന്നെ ആക്ഷൻ ഫാർ മോർ കോംപ്ലക്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടെർമറിക് എന്ന് പറഞ്ഞാൽ വെറും കുർക്കുമിൻ അല്ല, വലിയ 2000 വേറെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാത്തിന്റെയും ഓരോത്തിന്റെ ആക്ഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അത് ഒരു ജീവിതകാലം മുഴുവൻ ഇരുന്നാലും ഈ മോഡേൺ സയൻസ് ലെവലിൽ അത് കണ്ടുപിടിക്കാൻ വളരെ വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്, ബുദ്ധിമുട്ടാണ്. മനസ്സിലാക്കാനുള്ള ഒരു പ്രശ്നമുണ്ട് അതിൽ. വെരി കോംപ്ലക്സ് ആൻഡ് അണ്ടർലൈങ് സയൻസ് ഇസ് പോർലി റിസർച്ച്ഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിസർച്ചും നമ്മുടെ നാട്ടിൽ അത്രയും ഒരു റിസർച്ച് ഇതിലോട്ട് നടക്കുന്നുണ്ടോ എന്ന് തന്നെ നമുക്കൊരു സംശയമുണ്ട്. എന്ന് വെച്ചാൽ വി ആർ നോട്ട് ഫൈൻഡിങ് അത്രയും ഇതിനെക്കുറിച്ചുള്ള പേപ്പേഴ്സോ ബാക്കിയുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ. യു ലുക്ക് അറ്റ് ചൈന, ലുക്ക് അറ്റ് ഇന്ത്യ, ദ നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇതിനെക്കുറിച്ച് പുറത്തു വരുന്നത് ആർ ഹ്യൂജ്. കമ്പയർഡ് ടു ഇന്ത്യ നമുക്ക് അത്രയും ഒരു റിസർച്ച് ഓറിയന്റേഷൻ ഇതിലില്ല. നോ സഫീഷ്യന്റ് കോഴ്സസ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചു, ഓൾട്ടർനേറ്റ് സിസ്റ്റത്തിൽ എവിടെയൊക്കെ ലോകമെമ്പാടും
എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണോ ഓഫർ ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയിൽ 1 or 2. ഡിപ്ലീഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ് സോഴ്സസ്, അതും സംഭവിക്കാം. ഈ പാരമ്പര്യ ചികിത്സാ രീതിയിൽ നമ്മൾ പറയുകയാണ് ഇതിന്റെ വേര് വേണം, അതിന്റെ തൊലി വേണം, ഈ മരത്തിന്റെ തൊലി വേണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് സംഭവിക്കാം. അപ്പോൾ പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ NDDB ആൻഡ് TDU അവര് ഫോർമുലേഷൻ അവര് തിട്ടപ്പെടുത്തിയപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത്, മാക്സിമം വീട്ടിൽ കാണുന്ന സ്പൈസസ് അത് ഉപയോഗിച്ച് ചെയ്യുക, പിന്നെ 1 or 2 ചെടികൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മൾ നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല, ചെടികൾ ബാക്കി വൃക്ഷങ്ങളോ അങ്ങനെ ഒന്നും നമ്മൾ നശിപ്പിക്കുന്നില്ല. അപ്പൊ ആ ഒരു കൺസർവേഷൻ ഇക്കോ ഫ്രണ്ട്ലി ആണ്. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ എൻ്റെ ഇപ്പോൾ ഓർമ്മ വരുന്നതാണ്, പണ്ട് നമ്മുടെ നാട്ടിൽ ഈ വാനില കൃഷി ഉണ്ടായിരുന്നല്ലോ, വാനില കൃഷി 90കളിൽ അല്ലേ, ഒരു ഭയങ്കര ഒരു ഹൈപ്പ് വന്നു. അപ്പോൾ ഈ വാനില പിടിപ്പിക്കാൻ ആവശ്യമുള്ളായിരുന്നത് എന്തായിരുന്നു, ശീമക്കൊന്നയുടെ കമ്പ്. നാട്ടിലൊന്നും ശീമക്കൊന്ന കമ്പില്ല, വെറുതെ കടന്നിരുന്ന ശീമക്കൊന്ന അവസാനം രാത്രിക്ക് രാത്രി ഓരോ കമ്പിന്റെ വില അത്രയും കൂടി, ആൾക്കാരുടെ പറമ്പിൽ കയറി ആൾക്കാർ വെട്ടൽ തുടങ്ങി. അപ്പോ ശീമക്കൊന്ന തന്നെ ഒരു കാലത്ത് ഈ നാട്ടുപ്രദേശത്തിൽ ഇല്ലാണ്ട് പോയി ഇല്ലേ. സോ ഡിപ്ലീഷൻ, ഒരു ഡിമാൻഡ് വരുമ്പോൾ ഡിപ്ലീഷൻ വരും. അപ്പൊ ആ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ നമ്മൾ വാട്ട് എവർ ഇസ് ദെയർ ഇൻ ദ ഹൗസ് ഹോൾഡ് അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രൊമോട്ട് ചെയ്യുന്നത്. ആൻഡ് റാപ്പിഡ് ഡിക്ലൈൻ, നേരത്തെ പറഞ്ഞ പോലെ ഈ വൈദ്യന്മാര് പണ്ട് എല്ലാ അങ്ങാടിയിലും 1 or 2 വൈദ്യന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഹാർഡ്ലി എനി യു ക്യാൻ ഫൈൻഡ്. ആൻഡ് യങ് ജനറേഷൻ അവർക്ക് ഈ പറഞ്ഞ പോലെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റിഡക്ഷനിസ്റ്റ് ഇല്ലേ, അവർക്ക് റേഷണലിസ്റ്റ് ചിന്താഗതി വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ഒരു കണക്ഷൻ കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോൾ, മോഡ് ഓഫ് ആക്ഷന്റെ കണക്ഷൻ കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ അവർ അതിലത് വിശ്വാസം കുറയുന്നു. ആൻഡ് ദിസ് ഡസ് നോട്ട് ജനറേറ്റ് ആസ് മച്ച് ഓഫ് മണി ആസ് ഫോർ അലോപ്പതി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഇൻഡസ്ട്രീസ് ഇൻ ദി ഹോൾ വേൾഡ് അല്ലേ, പ്രോബ്ലി ദി റിച്ചസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ദി വേൾഡ്. ആൻഡ് 2009 സ്റ്റഡി നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഹാർവർഡ് മെഡിക്കൽ സ്കൂളിലത്തെ സീനിയർ പ്രൊഫസേഴ്സ്, ഹാർവർഡ് സ്കൂൾ അറിയാലോ, ഇറ്റ് ഇസ് എ ടോപ്പ് മെഡിക്കൽ സ്കൂൾ ഇൻ ദ വേൾഡ്. മോർ ദൻ ഹാഫ് ഓഫ് ദ പ്രൊഫസേഴ്സ് ആർ അണ്ടർ ദി പേറോൾ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്. 2009 അവർ കണ്ടുപിടിച്ചാണ് അവരുടെ എത്തിക്കൽ കമ്മിറ്റി. അപ്പോൾ യു സീ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഓൺ അലോപ്പതി. അവർ വേറെ ഒന്നും വളരാനുള്ളൊരു സ്ഥിതിവിശേഷം, ബിക്കോസ് ദേ ആർ സോ പവർഫുൾ. അപ്പോൾ അത് ഇതിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് നോക്കാം. സോ അലോപ്പത്തിക് പ്രാക്ടീസിന്റെ ആ റവന്യൂ ഒരിക്കലും ഇതിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. ആൻഡ് ഇതൊരു ഡോക്യുമെന്റേഷൻ ഇല്ലാണ്ട് പോകുമ്പോഴും ഈ ഒരു സ്ഥിതിവിശേഷം വരും. ഡോക്യുമെന്റേഷൻ ശരിക്കും ഇല്ലെങ്കിൽ അതിന്റെ റെക്കഗ്നീഷനും ഉണ്ടാവില്ല. അപ്പോൾ ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് വി ആർ ട്രൈങ് ടു ഓവർകം. മര്യാദയ്ക്ക് ഡോക്യുമെന്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രോജക്ട്സിലും റിപ്പോർട്ട്സ് വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ AVM അവയർനെസ്. ഇത് ഞങ്ങൾ ഒരു 2236 ഫാമേഴ്സ് 9 സ്റ്റേറ്റ്സിൽ നടത്തിയ നമ്മുടെ ഈ മാസ്റ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ഈ പാരമ്പര്യ ചികിത്സാ രീതിന്റെ ഒരു പ്രൊപ്പഗേഷൻ ഉണ്ട്. അതിൽ ഞങ്ങൾ ചെയ്തൊരു സ്റ്റഡിയാണ്. ഹെർബൽ റെമഡി വാസ് യൂസ്ഫുൾ 20% പറയുന്നുള്ളത് അത് പ്രയോജനകരമാണെന്ന്. ആലോചിച്ച് നോക്കും. പ്രിഫർ ട്രീറ്റിംഗ് ആനിമൽസ് വിത്ത് ആന്റിബയോട്ടിക്സ് 50% പേര് പറയുന്നു അത് തന്നെയാണ് ബെസ്റ്റ്. അവെയർ ഓഫ് പ്രസൻസ് ഓഫ് ആന്റിബയോട്ടിക് റെസിഡ്യൂസ് ഇൻ മിൽക്ക്. ആന്റിബയോട്ടിക് റെസിഡ്യൂസ് പാലിലുണ്ടോ 23% പേർക്ക് അറിയുള്ളൂ ഈ സാധനം പാലിൽ വരുന്നു. അവെയർ ഓഫ് ഹെർബൽ റെമഡി ഫോർ മാസ്റ്റൈറ്റിസ്. എന്താ വെച്ചാൽ മാസ്റ്റൈറ്റിസിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ചോദ്യം ചോദിച്ചാൽ 38% ആൾക്കാർക്ക് അങ്ങനെ ഒരു പാരമ്പര്യ ചികിത്സാ രീതിയെ കുറിച്ച് അറിവ് തന്നെയുള്ളൂ. അപ്പോൾ ഈ അറിവ് തന്നെ എത്രയും കുറവാണ്. അപ്പോൾ അവയർനെസ് കൂട്ടേണ്ട അവസ്ഥ ആണ് നമ്മൾ NDDB ഏറ്റവും കൂടുതൽ ഈ പറയുന്ന എല്ലാ ഭാഷകളിലും ഇതിന്റെ ബുക്ക്ലെറ്റ്സ് ഇറക്കുക, ഫിലിംസ് ഇറക്കുക,
അതായത് മാക്സിമം ഏറ്റവും അധികം ഈ കർഷകരിൽ ഇത് എത്തിക്കുക എന്നുള്ളൊരു ആണ് നമ്മൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇതെല്ലാം നമ്മള് ഈ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് മോഡ് ഓഫ് ആക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഒരു 5 കൊല്ലം ആയിട്ടില്ല ഇതിനെ കുറിച്ച് വെരി ബേസിക് വെരി എന്താ പറയാ ഹൈ എൻഡ് റിസർച്ച് ഇപ്പൊ കണ്ടുപിടിച്ചു. ആദ്യം നമ്മൾ വിചാരിച്ചിരിക്കുന്ന എന്താണ്, ഹെർബൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഈ ആക്റ്റീവ് പ്രിൻസിപ്പിൾസ്, കുർക്കുമിൻ, കുർസെർട്ടിൻ, മറ്റേ ഈ പറയുന്ന ഫീനോൾസ്, ഇതൊക്കെയാണ് ആക്ട് ചെയ്യുന്നതാണ് സെൻസ്. പക്ഷേ ഇപ്പോഴത്തെ വെരി ഹൈ ലെവൽ ഗവേഷണം കണ്ടുവച്ചിരിക്കുന്ന ഒരു സംഭവമാണ് micro RNA, mRNA എന്ന് പറയും, miRNA. അത് എല്ലാ പ്ലാന്റ്സിലും ഉണ്ട്, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്, മനുഷ്യരിലും ഉണ്ട് mRNA എന്ന് പറയും. അത് കോശത്തിന്റെ ഉള്ളിൽ കാണുന്നല്ല, കോശത്തിന്റെ പുറത്ത് കാണും. അത് 5 വർഷം മുമ്പേ ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു കാര്യമാണ്. DNA എങ്ങനെ സെല്ലിന്റെ പുറത്ത് കാണും, പക്ഷെ ഉണ്ട്. mRNA is found in plants. They are able to alter cell activity. ഒരു കോശത്തിന്റെ പ്രവർത്തന രീതി തന്നെ അതിന്റെ പരിവർത്തനം നടത്താൻ കഴിയുമെന്നാണ് പറയുന്നത്, ബൈ ആക്ടിവേറ്റിംഗ് ജീൻസ് ഇൻ ദ സെൽ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ഇതൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. പ്രോബബ്ലി എല്ലാവർക്കും കേട്ടറിവുണ്ടാവും, അല്ലെങ്കിൽ അനുഭവം നേരിട്ടുണ്ടാവും. ഒറ്റമൂലികൾ അല്ലേ, ലിവർ സിറോസിസ് വന്ന ആൾക്കാർ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിട്ടു, എന്താ വെച്ചാൽ ഗോൺ കേസാണ്, ഇനി ഒന്നും ചെയ്യാനില്ല, ലോകത്തിൽ ഒന്നും ചെയ്യാനില്ല. എന്നാൽ ഇത് നോക്കിക്കളയാന്ന് പറഞ്ഞ ചിലവർ ഒറ്റമൂലി ആൾക്കാരുടെ അടുത്ത് പോയി അവരൊരു കൂട്ടം കൊടുക്കും. ഒരു കുഴപ്പമില്ലാണ്ട് ചിലപ്പോൾ ഒരു ആഴ്ചയും കൊണ്ട് ഭേദപ്പെട്ട് ലിവറെല്ലാം പോയി കിടക്കുക എന്ന് പറഞ്ഞ ആൾക്കാരുടെ സ്ഥിതി വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ റീസൺസ്. മൈക്രോ RNA, they are able to rejuvenate, they are able to go inside the cell and alter cell activity തന്നെ alter ചെയ്തിട്ട് തന്നെ റിജുവിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിജുവിനേഷൻ ആക്ഷൻ ഇപ്പൊ പറയുന്നത് എന്തുകൊണ്ടാണ്? മൈക്രോ RNA ഓർ miRNA എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. എന്നുവെച്ചാൽ നമ്മളെല്ലാം, if you are believing in evolution, പരിണാമ സിദ്ധാന്തം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, we started from one cell. ഈ പറയുന്ന ഒരു കോശം ആണ് ഈ പറയുന്ന എല്ലാ ജീവജാലങ്ങളും ഈ പക്ഷി മൃഗാദികളായി മാറിയത്. സോ എവിടെയൊക്കെയോ എന്തൊക്കെയോ കണക്ഷൻസ്. ലുക്ക് അറ്റ് ദ ലെവൽ ഓഫ് റിസർച്ച് ഹാപ്പനിങ് ഇൻ അതർ കൺട്രീസ്. പറഞ്ഞാൽ ബേസിക്കലി ചൈനീസ് ഹെർബൽ മെഡിസിൻ അവർക്ക് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി ആണ് അവർ ഈ റിസർച്ച് നടത്തുന്നത്. അപ്പോൾ മൈക്രോ RNAs ഫൗണ്ട് ഇൻ അരിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്രൂസിഫറസ് പ്ലാന്റ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, കാരറ്റ്, ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പോർട്ട്സ് ഉള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാന്റ്സിലും വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും അത് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ റിപ്പോർട്ട്സ് ഉള്ളത് 1-2 കുറച്ച് വെജിറ്റബിൾസിലും ഗ്രെയിൻസിലും മാത്രമേ ഉള്ളൂ. ആൻഡ് ഇത് വയറ്റിൽ പോയാൽ തന്നെ ഈ നമ്മുടെ ഈ ആംലത, ഗ്യാസ്ട്രിക് ജ്യൂസസ് ഭയങ്കര അസിഡിക് ആണല്ലോ, അതുപോലും അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് അത് ഓരോ കോശത്തിൽ വേറെ ഇറ്റ് വാണ്ട്സ് ടു ഗോ, ഏത് സെല്ലിലാണ് പോട്ടെന്ന് വെച്ചാൽ അവിടെ എത്തിപ്പെടാനുള്ള കഴിവുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് ജീൻ എക്സ്പ്രഷൻ. നമ്മൾ തിളപ്പിക്കുന്നില്ലേ, നമ്മൾ പറയില്ലേ ഈ 4 ഗ്ലാസ് വെള്ളം എടുത്ത് 2 ഗ്ലാസ് വെള്ളം ആക്കണം, ചില പ്രിപ്പറേഷൻസ് അങ്ങനെയാണ്. അത് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ RNAs ഒരു കൊമള പോലെയാവും. ആ കൊമളയിൽ ഡിക്കോക്ടോസോം തന്നെയാണ് പറയുന്നത്, ഡിക്കോക്ഷൻ അല്ലെ, ഡിക്കോക്ഷൻ നമ്മൾ പറയുന്നത് ഡിക്കോക്ടോസോം. അത് ബോഡിയിൽ കൂടെ എൻ്റർ ചെയ്ത് ഇറ്റ് ക്യാൻ ഡെലിവർ RNAs ടു എനി പാർട്ട് ഓഫ് ദ ബോഡി. സോ ശരിക്കും പറഞ്ഞാൽ ഹെർബൽ മെഡിസിന്റെ വൺ ഓഫ് ദ മെയിൻ മോഡ് ഓഫ് ആക്ഷൻ മൈക്രോ RNAs ആണ്. പലവരും ബേസിക്കലി ഇത് കേൾക്കുമ്പോൾ ഹെർബൽ മെഡിസിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കൂടുതൽ ഈ വെസ്റ്റേൺ സയൻസ് മാത്രം കേട്ട് വളർന്നവർക്ക് ഒരു പുച്ഛം പോലെ ഒരു ചിന്തഗതി വരാനുള്ള സാധ്യത, ബിക്കോസ് ഇതിന്റെ കോംപ്ലക്സിറ്റി അറിയാത്തതുകൊണ്ട്. സോ അങ്ങനെ ഒരു ചർച്ചയിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ ആരെങ്കിലും ആയിട്ട്, സോ യു ക്യാൻ ടെൽ ദം ഇറ്റ് ഇസ് നോട്ട് സിംപ്ലി സം കുറെ കഷായം വെറുതെ കലക്കി കൊടുത്തല്ല. മെയിൻ ആക്ഷൻ മൈക്രോ RNAയുടെയാണ്. ആൻഡ് ഇത് മെല്ലെ ഇനി ഒരു 5-6 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എല്ലാ പ്ലാന്റ്സിൽ നിന്നും ഇനി ഇതായിരിക്കും എക്സ്ട്രാക്ഷൻ ചെയ്ത് ഇനി മാർക്കറ്റ് ചെയ്യാൻ പോകുന്നു. അത് വേറെ
ഒരു ഫാർമസ്യൂട്ടിക്കൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണിത്. വല്ല ആ സൈഡിലോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാ ഇതിന്റെ ഒരു ടിപ്പിക്കൽ ഉദാഹരണം, ഈ മൈക്രോ ആർട്ടിന്റെ ടിപ്പിക്കൽ ഉദാഹരണം നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഈ തേനീച്ച. സിമ്പിളായിട്ട് നമുക്കറിയാം, തേനീച്ച ഈ പോളൻ, അതായത് ഈ പൂപ്പൊടിയും ഹണിയാണ് പൊതുവെ ഈ ലാർവയ്ക്ക് കൊടുക്കുന്നത്, അല്ലെ? ഈ ലാർവ അത് ഈ പോളനും ഹണിയും ഉള്ള ലാർവയാണെങ്കിൽ, ഈ പോളനും ഹണി കൊടുക്കുന്ന ലാർവയാണെങ്കിൽ അത് ഈ പണിക്കാരനായി മാറും. ഈ ഒരു തേനീച്ചക്കൂടിൽ പണിക്കാരും പിന്നെ ഒരു റാണിയും മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ കുറച്ച് ആണുങ്ങളും, ഡ്രോൺസ് എന്ന് പറയും. അപ്പൊ ഈ തേനീച്ചക്കൂടിൽ ഈ ലാർവകളെ ഈ പോളനും ഹണിയും വെച്ച് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും വർക്കറായി മാറുള്ളൂ. പക്ഷെ തേനീച്ചക്കൂട് വലുതാകുമ്പോൾ കുറച്ച് വർക്കേഴ്സ് മാറി വേറൊരു റാണീനെ അവരുണ്ടാക്കും. അതെങ്ങനെ ഉണ്ടാക്കുന്നു? അവർ ഇത് കൊടുക്കില്ല, ഈ പോളൻ ഹണി അവർ കൊടുക്കില്ല. അവർ വേറൊരു റോയൽ ജെല്ലി എന്ന് പറഞ്ഞ് അവരെന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഈ കുറച്ച് ഹണി വിത്തൗട്ട് പോളൻ കൊടുക്കും. അപ്പൊ ആ സിംഗിൾ ലാർവ ക്വീനായി വളരും. ഇത് കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഹൈ പ്ലാന്റ് mRNA എപ്പോഴും ഈ ക്വീൻ ബി ആവാനുള്ള ജീനിനെ എപ്പോഴും അത് സപ്രസ് ചെയ്ത് വെക്കും. ഇത് നിർത്തുമ്പോൾ ആ ജീൻ എക്സ്പ്രസ് ആയി അത് ക്വീനായി മാറി. സോ ദിസ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഇൻ ദ ഫീൽഡ്. ലേറ്റസ്റ്റ് ഈ പറയുന്ന 1-2 വർഷമായിട്ടുള്ളൂ ഇത് കണ്ടുപിടിച്ചിട്ട്. അപ്പൊ ഈ പറയുന്ന നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് ആസ് എ പാർട്ട് ഓഫ് എവല്യൂഷൻ നമ്മളും ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ. ഇനി NDDB ഈ പറയുന്ന പാരമ്പര്യ ചികിത്സാ രീതിയിൽ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ചെറിയൊരു രൂപരേഖ ഞാൻ കാണിച്ചു തരാം. 1500ഓളം വില്ലേജസിൽ നമ്മൾ 25ഓളം മിൽക്ക് യൂണിയൻസിൽ 11 സ്റ്റേറ്റ്സിൽ നമ്മൾ ഇപ്പോൾ ഈ പാരമ്പര്യ ചികിത്സാ രീതി നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് പോപ്പുലറൈസ് ചെയ്യുന്നു. 6000ഓളം ആൾക്കാരെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡെമോ പ്ലോട്ട്സ് ഒരു 360 അക്രോസ് ദ കൺട്രി. നമ്മുടെ റെക്കോർഡിൽ ഒരു 3.5 ലക്ഷം കേസസ് തന്നെ ഉണ്ട്. പല പല അസുഖങ്ങൾക്ക് ഈ പാരമ്പര്യ ചികിത്സാ രീതിയിലുള്ള ക്യൂർ റേറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ട് ഓരോന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് മസ്റ്റൈറ്റിസ് ഉണ്ട്, ഈ അകിടി നീരുണ്ട്, വയറിളക്കം, പനി, ഈ കുളമ്പ് രോഗത്തിനുള്ള വായ്പുണ്ണ്, കാലില് മുറിവ്, ബ്ലോട്ട്, വയറ് വീർക്കല്, ഗ്യാസ്, ഈ മുലക്കാമ്പിൽ വരുന്ന ഈ അരിമ്പാറ, റിപ്പീറ്റ് ബ്രീഡിങ്, പ്രൊലാപ്സ്, ഈ മാച്ച് പോകാണ്ടിരിക്കൽ ROP, ഈ വിരക്ക്, ടിക്സിനുള്ളത്, ഈ ചെള്ളിനുള്ളത്, അലർജി, ഈ കടി, പാമ്പ് കടി ആയിക്കോട്ടെ, സ്കോർപ്പിയൻ, ഈ തേള്, കടന്നല്, ഇതൊക്കെ കുത്തിയാൽ അതിനുള്ളത്, ഈ പാലില് ചോര പോലെ വരുന്നതിന്, മതി കാണിക്കാത്തതിന്, ഈ പശു വീണു പോണതിന്, ടോക്സിസിറ്റി, ഈ കീടനാശിനി ആവട്ടെ, പൂപ്പൽ വിഷബാധയാവട്ടെ, അല്ലെങ്കിൽ HCN, ഈ റബ്ബറിന്റെ ഇല, ഈ കപ്പയുടെ ഇലയൊക്കെ കൊടുക്കില്ല ചിലപ്പോൾ, അപ്പോൾ വരുന്ന ടോക്സിസിറ്റി, ചുമ, കാലിൽ നീര്, ലംപി സ്കിൻ ഡിസീസ്. ഇപ്പൊ പുതിയ അസുഖമല്ലേ ലംപി സ്കിൻ ഡിസീസ്, എല്ലായിടത്തും ഇപ്പോൾ വ്യാപകമായി കാണുന്ന ഒരു ഇതാണ്. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങൾ നോക്കൂ, ഒന്നുമില്ല. ഒന്ന് അലോവേറ, ഇത് നമ്മുടെ നീമല, ആര്യവേപ്പ്, പിന്നെ കറിവേപ്പ്, വയമ്പ്, പിന്നെ നമ്മുടെ കൊങ്ങിണി ഇല, കൊങ്ങിണിപ്പൂല്ലേ അതിൻ്റെ ഇല, തുളസി, മുള്ളങ്ങി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു സാധാരണ ഒരു വീട്ടിൽ ഏറെക്കുറെ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. ഉള്ളി, ജീരകം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കോമൺ ആയിട്ട് ഒരു വീട്ടിൽ കാണുന്ന വസ്തുക്കൾ തന്നെയാണ്. പിന്നെ ചില ചെടികൾ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇത് തുമ്പപ്പൂ ചെടി, ഇത് കിരിയാത്ത്, നമ്മള് നിലവേമ്പ് എന്ന് പറയും തമിഴില്, അത് കിരിയാത്ത് എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന 1-2 ചെടികൾ മാത്രമേ വളർത്തേണ്ടിയിരിക്കുന്നു. ബാക്കിയെല്ലാം ഒരു വീട്ടിൽ സാധാരണ നിലയിൽ കാണുന്നത് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്, മലയാളത്തിൽ തന്നെയാണ്. ഇതിന്റെ താഴെ കാണുന്നില്ലേ QR കോഡ്, അപ്പോൾ അവിടെ നിങ്ങൾ
സാധാരണ മൊബൈൽ, ആൻഡ്രോയിഡ് മൊബൈൽ ആവട്ടെ, QR കോഡ് സ്കാനർ എന്ന് പറഞ്ഞിട്ട് ഫ്രീലി ഡൗൺലോഡബിൾ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഗടിവീക്കത്തിന്റെ ആ വീഡിയോ എങ്ങനെയാണ് അത്, എന്തൊക്കെ വേണം, എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ അത് അപ്ലൈ ചെയ്യണം ഒക്കെ ഒരു വീഡിയോയിലൂടെ എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നത്. പക്ഷെ ഈ ബുക്കും ഉണ്ട്. ഇതിപ്പോ പുതിയ അതിന്റെ ഒന്ന് ചേഞ്ച് ചെയ്ത് എല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇപ്പൊ പുതിയതായിട്ട് നമ്മളൊന്നും അത് പുറത്തിറക്കും. ഇപ്പൊ ഉള്ളത് ഇത് പഴയതാണ്. 1-2 മാസത്തിലുള്ള ആ പുതിയ വെർഷൻ ഇറക്കും. ഇപ്പൊ ആ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്തോളൂ. ഇപ്പൊ ഇത് ഒരു വളരെ ആദ്യ സമയത്ത്, ഞങ്ങൾ തുടങ്ങിയ സമയത്ത് കുറച്ച് ഫീഡ്ബാക്ക് എടുത്തതാണ്. ഒരു 6 കർഷകരുടെയാണ്. നിങ്ങൾക്ക് നോക്കാം, ഈ ആപ്ലിക്കേഷൻ അവർ അപ്ലൈ ചെയ്തിട്ട് പാല് 200 മില്ലി പാല് ആദ്യം ഉണ്ടായിരുന്നപ്പോൾ അത് 12 ലിറ്റർ ആയി. അതിന്റെ മുമ്പ് അയാൾ 6 രൂപ ചെലവാക്കി കഴിഞ്ഞു. ഏത് ആന്റിബയോട്ടിക് കൊടുത്ത എല്ലാ പരിപാടിയും പരാജയപ്പെട്ട കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന രീതി ചെയ്യാൻ ശ്രമിച്ചത്. അപ്പൊ 200 മില്ലിയ പാലുണ്ടായിരുന്നു. അത് ഈ പറയുന്ന പാരമ്പര്യ ചികിത്സാ രീതി ചെയ്തു. അത് 12 ലിറ്റർ പാലായി, അത് കൂടി. അതുപോലെ 7 ലിറ്ററിന് 8 ലിറ്ററായി. 100 ml കിട്ടിക്കൊണ്ടിരുന്നു 14 ലിറ്റർ, 500 ml 15. അപ്പൊ ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ ഫാമറിന്റെ ഡോക്യുമെന്റേഷനാണ്. ഒരു 6 എണ്ണേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് 1 ലക്ഷത്തോളം കേസസ് നമ്മുടെ ഡോക്യുമെന്റിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇവർക്കെല്ലാം ഈ പറയുന്ന ഇതെല്ലാം ചെലവാക്കിയതിന്റെ ശേഷമാണ് ഇതിലോട്ട് വന്ന് അവര് ഈ സംഭവം ഭേദപ്പെടുത്തിയത്, അകിടിവീക്കം. ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ അകിടിവീക്കം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഘടകം മാത്രമല്ല. അലോവേറയിൽ തന്നെ എത്ര ഘടകങ്ങളുണ്ടെന്ന് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാം. അപ്പൊ ഇതിന്ന് നമ്മൾ ഒരു സാധനം എടുത്ത് എക്സ്ട്രാക്ട് ചെയ്ത് പുരട്ടിയാലൊന്നും അതിന്റെ എഫക്റ്റ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് എ പ്ലാന്റ് ആസ് എ ഹോൾ ഇറ്റ്സെൽഫ് ഇസ് എ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ കുറെ നടക്കുന്നുണ്ട്. ബാക്ക് എൻഡിൽ പല ജേർണൽസ് പബ്ലിഷും ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഓരോന്നിന്റെ ആക്ഷൻ, അലോവേരയിൽ ഈ പറയുന്ന ഓരോ ഇതില്ലേ, ഓരോ ഘടകങ്ങൾ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കണ്ടല്ലേ. ചിലത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ചിലത് അനാൽജസിക് ആണ്, എസെൻഷ്യൽ ഫോർ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് വേരിയസ് എൻസൈംസ്. ഓരോ അതിന്റെ ഓരോ കോൺസ്റ്റിറ്റ്യൂട്ടിന്റെ ആക്ഷൻ എങ്ങനെയാണെന്നുള്ള പഠനങ്ങൾ വളരെ ഗഹനമായി നടക്കുന്നുണ്ട് ബാക്ക് എൻഡിൽ. പക്ഷെ അതൊക്കെ വളരെ ലോങ് ടേം ആണ്, ടൈം എടുക്കും. പക്ഷെ അതും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറയാണ്. അതുപോലെ ഈ കുളമ്പ് രോഗം വന്നു കഴിഞ്ഞിട്ട് വായ്പുണ്ണ് ഇല്ലേ, കുളമ്പ് രോഗം വായ്പുണ്ണ് വരുമല്ലോ, അതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കൂട്ടമാണ് ഇത്. ഇതിന്റെ വീഡിയോ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഒരു എക്സാമ്പിൾ താഴെ ഒരു കേസ് സ്റ്റഡിയും കൊടുത്തിട്ടുണ്ട്. അതൊരു മഹാരാഷ്ട്രയിലൊരു 85 പശുക്കളുള്ളൊരു HF ഹേർഡ്. അയാൾ വാക്സിനേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 50 എണ്ണത്തിന് FMD വന്നു. അയാൾ ഈ കൂട്ടം 5-6 ദിവസം കൊടുത്തു കണ്ടിന്യൂസ് ആയിട്ട്. അത് എല്ലാ ആനിമൽസും റിക്കവർ ചെയ്തത് മാത്രമല്ല, പാൽ ഉൽപാദനത്തിന് സാരമായ കുറവുണ്ടായില്ല. ഒരൊറ്റ പശുക്കൾക്ക് പിന്നെ ഈ അണപ്പ്, ഇയാളുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുകയും ചെയ്യും. പക്ഷെ ഹിന്ദിയിൽ സംസാരിക്കേണ്ടി വരും, മഹാരാഷ്ട്രയിൽ നിന്നാണ്. പക്ഷെ അയാള് നമ്പർ അതുകൊണ്ടാണ് തന്നിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും എന്നെ വിളിച്ചു ചോദിക്കാൻ, ഞാനത് ചെയ്ത രീതി ഇങ്ങനെയാണ്. ആൻഡ് ഇവര് പറയുന്നത് വെച്ചാൽ ഈ ചെന പിടിക്കാനും ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. അതിന്റെ ഭാവി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അല്ലേ. പക്ഷെ ആർക്ക് വേണമെങ്കിൽ അയാൾ വിളിച്ചു ചോദിക്കാം. അതുപോലെ റിപ്പീറ്റ് ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ മതി ലക്ഷണം കാണിക്കുന്നുണ്ടെങ്കിലും അത് ചെന പിടിക്കുന്നില്ല. അപ്പൊ അതിനുള്ള കൂട്ടം എന്തൊക്കെയാണ്? ആൻഡ് ഇത് ബാംഗ്ലൂരിൽ 3 പശുക്കളാണ്. 3-4 വർഷമായിട്ട് ചെന പിടിക്കാത്ത പശുക്കളായിരുന്നു. അത് ഞങ്ങൾ ഈ പാരമ്പര്യ ചികിത്സാ രീതി ചെയ്തു, അത് ചെന പിടിക്കുകയും ചെയ്തു. ആൻഡ് ഇത് അന്നത്തെ ക്ലാസ്സിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടോ എന്ന് ഡോക്ടർ കിഷോർ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടി ഇത് പറയാണ്. റിപ്പീറ്റ് ബ്രീഡിങ്ങിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് ചെറിയ ഇൻഫെക്ഷൻ, ഗർഭപാത്രത്തിൽ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം.
പിന്നെ ഈ ഒരു കാര്യം, ഈ രണ്ടാമത്തെ പോയിന്റ്, ലെസർ നമ്പർ ഓഫ് ഫോളിക്കുലർ വേവ്സ് എന്ന് പറഞ്ഞാൽ ആണ്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സൈക്കിൾ ഉണ്ട്. അത് 3 സൈക്കിള് ആണ് ഉത്തമം ഒരു ഹീറ്റ് ഫേസിൽ. അതായത് 21 ദിവസം 22 ദിവസം ആ സൈക്കിൾ ഉണ്ടല്ലോ, അതിൽ 3 ഫേസ് ആയിട്ട് കാണും ഈ പറയുന്ന ഫോളിക്യൂൾ വേവ്. ഇത് ലേറ്റസ്റ്റ് ഒരു കണ്ടുപിടുത്തമാണ്. അത് ആദ്യം തുടങ്ങുന്ന മതി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ 0 ഡേ, 21 ദിവസം 0 ഡേ ആയിട്ട് എടുക്കുക. എന്നിട്ട് മതി കഴിഞ്ഞ് ആദ്യത്തെ ദിവസം അതിൽ അപ്പോൾ ഒരു വേവ് 5-10 ആണ്ടങ്ങൾ വളരും. പിന്നെ ഒരു 9-ാം ദിവസം 5-10 ആണ്ടങ്ങൾ വരും. പിന്നെ 16-ാം ദിവസം 5-10 ആണ്ടങ്ങൾ വരും. ഈ പറയുന്ന ഈ സൈക്കിള് 2 സൈക്കിളെ വന്നുള്ളെങ്കിൽ ഈ പറയുന്ന 21-ാം ദിവസം ആകുമ്പോഴത്തേക്കും ആണ്ടത്തിന്റെ വയസ്സ് എത്രയായി? ഒരു 12 മുതൽ 13 ദിവസം പ്രായമുള്ള ആണ്ടമാകും ഈ ഓവുലേഷൻ ടൈമിൽ. അപ്പോൾ അങ്ങനത്തെ ആണ്ടം സെനൈൽ ആണ്ടം എന്ന് പറയും, ഒരു ഭയങ്കര വയസ്സായ ആണ്ടം. അപ്പോൾ അത് പിന്നീട് ഫെർട്ടിലൈസ് ചെയ്യാനും പിന്നീട് അതിന്റെ എംബ്രിയോ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ വളരെയേറെ ക്രോസ് ബ്രെഡ്സിൽ കണ്ടുവരുന്നതാണ്. അപ്പോൾ ബാക്കി എല്ലാ സംഭവങ്ങളും വളരെ കറക്റ്റ് ആണെങ്കിലും ആണ്ടത്തിന്റെ ഏജ് വളരെ ഓൾഡ് ആണെങ്കിൽ അവിടെ ചെന പിടിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ചെന പിടിച്ചാലും അത് അലസി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഇങ്ങനത്തെ സ്ഥിതിയിൽ നിങ്ങൾ കാണാം, മിക്ക പശുക്കളും മതി ലക്ഷണം കാണിക്കും. പക്ഷെ 21 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 26 ദിവസം, പിന്നെ അടുത്ത മതി വീണ്ടും 21 ദിവസം, പിന്നെ 26 ദിവസം. ടൈമിങ് ചിലപ്പോൾ ചെന പിടിക്കുന്നുണ്ടാവും, പക്ഷെ അത് നിലനിൽക്കില്ല. ഇത് വളരെ ഒരു സീരിയസ് ഇഷ്യൂ ആണ് ഈ ഫോളിക്കുലർ വേവ്, തേർഡ് ഫോളിക്കുലർ വേവ് വരാത്ത ഒരു ഇഷ്യൂ. അപ്പോൾ അതുണ്ട്. പിന്നെ ഇൻക്രീസ് മെറ്റബോളിസം കാരണം ഹോർമോണൽ ഇന്റൻസിറ്റി കുറയുമ്പോൾ ഹീറ്റ് കാണാണ്ട് വരുന്നു. സ്ട്രെസ് കാരണം വരാം. ഹൈപ്പോ ഇൻസുലിനീമിയ, വളരെ ഇൻസുലിൻ കുറവ് കാരണം ഈ ആണ്ടങ്ങളുടെ ഡെവലപ്മെന്റ് വളരെയേറെ ബാധിക്കും. അപ്പൊ ഈ പറയുന്ന കൂട്ടം, ഞാൻ കൂടുതൽ അതിലോട്ട് കിടക്കുന്നില്ല, ഈ പറയുന്ന റാഡിഷ്, അലോവേറ, മുരിങ്ക, സിസ്റ്റസ്, കറി ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറിവേപ്പില, ഈ പറയുന്ന ഹൈപ്പോ ഇൻസുലിനീമിയ കറക്റ്റ് ചെയ്യാനും ഫോളിക്കുലർ വേവ്സിന്റെ നമ്പർ കൂട്ടാനും ഈ പറയുന്ന സ്ട്രെസ്സേഴ്സ് കുറയ്ക്കാനും സെലീനിയം ഡെഫിഷ്യൻസി കുറയ്ക്കാനും ഇതെല്ലാത്തിനും വളരെയേറെ ഞാൻ ഓരോ ഘടകം ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ ഇപ്പോ ഇത് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഈ പറയുന്ന എല്ലാ ഇതിലും ആക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന കൂട്ടം. നേരത്തെ കാണിച്ച ഈ റാഡിഷ്, അലോവേറ, മുരിങ്ക, സിസസ് ആൻഡ് കറി ലീഫിന്റെ അതേ ക്രമത്തിൽ കൊടുക്കും വേണം. അതാണ് പറയുന്നത്. നമ്മൾ വീഡിയോയിൽ അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ തന്നെ അത് കൊടുക്കണം, എന്നാലേ അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. പിന്നെ അല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഉണ്ടാവും. ഈ സെമൻ ഡെലിവറി, അത് വേറെ സൈഡിൽ, അത് സെമന്റെ ക്വാളിറ്റി, അത് മര്യാദയ്ക്ക് ഇൻസെമിനേഷന്റെ പ്രശ്നങ്ങൾ, അത് വേറെ ഘടകങ്ങളാണ്. പക്ഷെ ഈ പറയുന്ന ഈ മോളിൽ പരാമർശിച്ചിരിക്കുന്ന ഈ ഇത്രയും പോയിന്റ്സ് ഈ കൂട്ടം അഡ്രസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ലംപി സ്കിൻ ഡിസീസ് ഇപ്പൊ പുതിയതായിട്ട് കേരളത്തിലും വന്നു, ഇപ്പോ ഇന്ത്യ എമ്പാടും. ഇപ്പൊ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും വലുതായിട്ട് കാണുന്നത്, ഒഡീസയിൽ വന്നു, അസാമിൽ ഇപ്പോ വലിയൊരു ഔട്ട്ബ്രേക്ക് തന്നെ വന്നിരിക്കുകയാണ്. പക്ഷെ ഇത് ഈ പറയുന്ന ബീഹാറിൽ കഴിഞ്ഞ വർഷം ഉണ്ടായി. ഈ പറയുന്ന കൂട്ടം വളരെ വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഫീൽഡിൽ പരീക്ഷിച്ചു നോക്കി, പറയുന്ന ഫാമേഴ്സിന്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്കും വാങ്ങി. അവർ പറയുന്നത് ഇത് 3-4 ദിവസം ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ക്ലിയർ ആവും പറയും. മറ്റേത് ആന്റിബയോട്ടിക്സ് കൊടുത്തു 10 ദിവസം കഴിഞ്ഞിട്ടും മാറാത്ത സംഭവം വിത്തിൻ 3-4 ഡേയ്സ് സംഭവം ക്ലിയർ ആയി. പിന്നീട് അത് ഒരു ആവർത്തിക്കും എന്നുള്ള പേടിയും വേണ്ട എന്നുള്ളൊരു അവസ്ഥ വളരെ വളരെ ഷുവറായിട്ട്, വളരെ കൺഫേം ആയിട്ട് പറയുന്ന ഫാമേഴ്സാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയത്. ഇപ്പൊ ഈ ഇടയ്ക്ക് നമുക്ക് കിട്ടിയത് ആസാം എന്ന റിപ്പോർട്ടാണ്. 65 ആനിമൽസിനെ അവർ ട്രീറ്റ് ചെയ്തു, 63 ക്യൂറായി. ഒരെണ്ണം, ഒരു കാഫ് ചത്തുപോയി. അത് വേറെ എന്തോ കാരണമാണ്. അവര് എന്തോ കുടിപ്പിക്കാൻ നോക്കിയത് തൊണ്ടയിൽ പോയി, അത് എസ്പിറേഷൻ ന്യൂമോണിയ വന്നു അതിന്റെ മുമ്പേ, ഇത് കൊടുക്കുന്നതിന് മുമ്പേ. അപ്പൊ 64 63 ക്യൂറായി. സോ
അങ്ങനത്തെ റിപ്പോർട്ട്സ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ഫീൽഡിൽ നിന്ന്. ഡോക്ടേഴ്സിന്റെ അടുത്ത് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി, ഗവൺമെന്റ് ഓഫ് ആസാം. ഇപ്പൊ ഞാൻ ലാസ്റ്റ് കുറച്ച് 2-3 സ്ലൈഡിലോട്ട് വരികയാണ്. ഇനി ഫീൽഡിൽ നമ്മുടെ ഒബ്സർവേഷൻ എന്തൊക്കെയാണ്? ഈ പറയുന്ന കൂട്ടങ്ങളെല്ലാം ഇത്തരം കേസസ് നമ്മൾ ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, 3,51,920. ഏത് ഈ 2 വർഷത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച വരെയുള്ള നമ്പേഴ്സാണ്. കഴിഞ്ഞ ആഴ്ച വരെ ഈ പറയുന്ന 30ഓളം അസുഖങ്ങളിൽ 3,51,920 ആനിമൽസിനെ ട്രീറ്റ് ചെയ്തതിൽ 82% പൂർണ്ണമായി അസുഖ മുക്തി നേടിയെന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 82% ക്യൂർ റേറ്റാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റി. ഇത് അക്രോസ് ദ കൺട്രി കേട്ടോ. ഞാൻ പറഞ്ഞ 11 സ്റ്റേറ്റ്സിൽ 1,500 സൊസൈറ്റി വില്ലേജിൽ ആണ് ഇന്നുള്ള റിപ്പോർട്ട്സ് ആണ്. ഇനി ഓരോ കേസിന് ഓരോ അസുഖം നമുക്ക് എടുക്കാം. മാസ്റ്റൈറ്റിസ്, ഡയറിയ, ഫീവർ, ഇത് ദഹനക്കുറവ്, അനീസ്ട്രസ്, റിപ്പീറ്റ് ബ്രീഡിങ്. ഇപ്പോൾ മാസ്റ്റൈറ്റിസിന്റെ ഇത്രയും കേസസ് ആണ് 1,16,326, 71%. ഇത് ഫീൽഡ് കണ്ടീഷൻസിൽ ഇത് കുറവ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് 71%. പക്ഷെ ഓരോ കേസും കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. മോർ ദൻ 97% ക്യൂർ റേറ്റ് ആണ് നമുക്ക് ഫീൽഡിൽ. ഇവിടെ ചിലയിടത്ത് നമുക്ക് വളരെ കുറവും കിട്ടുന്നുണ്ട്. അത് 1-2 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ പറയുന്ന കൂട്ടം ശരിയല്ല. ഒരു ചുവപ്പ് കളറായിട്ട് അത് വരണം ആ കുഴമ്പ്. ഇപ്പൊ ചുണ്ണാമ്പ് നല്ല ചുണ്ണാമ്പ് അല്ലെങ്കിൽ ആ ചുവപ്പ് കളർ വരില്ല. നമ്പർ 2, ഈ പറയുന്ന മഞ്ഞൾ പൊടിയുടെ ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ ആ ചുവപ്പ് നിറം വരില്ല. നമ്പർ 3, അത് അപ്ലൈ ചെയ്യുന്ന രീതി. ചിലർ വെറും മുലക്കാമ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വിടും. ശരിക്കും ഫുൾ മുലയിൽ കംപ്ലീറ്റ് അകിടിൽ നല്ല ഫോഴ്സോടെ അത് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാത്തോടത്തോളം കാലം ഇതിന്റെ ഫലം നിങ്ങൾ കാണില്ല. പക്ഷെ അക്രോസ് ദ കൺട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ 79% വരെ നമുക്ക് വന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് എ വെരി ഗുഡ് തിങ്. പക്ഷെ ഡയറിയയിൽ നിങ്ങൾ നോക്കുക 86%. ഫീവർ അത്രയും കേസസ് ഉണ്ട്. 67,000 കേസസ് ആണുള്ളത് റെക്കോർഡ്. ഫീവറിൽ 65,000 കേസസ്. ആൻഡ് ഇതിൽ വേറൊരു കാര്യമുണ്ട്. അഗ്രിവീക്കത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് മാസ്റ്റൈറ്റിസ്, ഈ ക്രോണിക് മാസ്റ്റൈറ്റിസ് എന്ന് പറയില്ലേ, ഈ സ്ഥിരമായ അഗ്രിവീക്കം, ഈ കല്ലച്ച് പോകുന്ന അതും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന് ഈ 2-3 ദിവസം പോരാ, അതിന് ചിലപ്പോ 8-10 ദിവസം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. റിപ്പീറ്റ് ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ ഈ ചെന പിടിക്കാണ്ടിരിക്കുന്നത്, എല്ലാത്തിലും വിരളക്കല്, ഈ ഫുട്ട് ആൻഡ് മൗത്ത് ലീഷൻസ്. ഓരോ വെവ്വേറെ കേസുകളിലും നമ്മുടെ ക്യൂർ റേറ്റ് എന്താണ് എന്നുള്ള ഒരു റെക്കോർഡിങ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട് നിലവിൽ. എൻഡോമെട്രൈറ്റിസ്, വാട്ട്, ഇത് കണ്ടില്ലേ? വാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അരിമ്പാറ, ഡൗണർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നമുക്ക് 1,500 കേസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 80% ക്യൂർ റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ മെല്ലെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ഉള്ള ശ്രമത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് കാണാം വെറും 14 അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 22 ആക്കി, 7 എണ്ണം കൂടെ കൂട്ടി. എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഡാറ്റ വന്നു. ഒരു 2,000 കേസസ് ഉണ്ട് ഓരോ അസുഖങ്ങളിലും, ഓർ മോർ ദൻ 80% ക്യൂർ റേറ്റ്. അപ്പൊ പുണ്യമൂർത്തി സാറായിട്ട് ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ TDU ആയിട്ട് ചർച്ച ചെയ്ത് നമ്മൾ ആ പുതിയ അസുഖങ്ങൾക്കുള്ള ഫോർമുലേഷൻസും മെല്ലെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറയുന്ന എല്ലാ അസുഖങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഫീൽഡ് ലെവലിൽ. ഇത് ഒരു ടിപ്പിക്കൽ കേസാണ്. നിങ്ങൾ വാർട്ട് എന്ന് പറയാം, പാപ്പിലോമ എന്ന് പറയാം. ഈ എല്ലാ ട്രീറ്റ്മെന്റും ഇപ്പൊ സാധാരണ രീതിയിൽ വെറ്ററിനറിയൻസ് അറിയാം, നമ്മൾ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഇതിന് ആന്റിയോമാലിൻ ഇഞ്ചക്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഈ വാർട്ട് വാക്സിൻ സ്വന്തം ഉണ്ടാക്കി ഇഞ്ചക്ട് ചെയ്യാമെങ്കിൽ അത് ചെയ്യും. ചിലർ അതിന്റെ ബ്ലഡ് എടുത്ത് ഇഞ്ചക്ട് ചെയ്യും. ചിലർ ഹോമിയോപ്പതി ട്രൈ ചെയ്യും. തൂജ, അതും എഫക്റ്റീവ് ആണ്. തൂജ ട്രൈ ചെയ്യും. പക്ഷെ ഇതെല്ലാം ഈ പറയുന്ന ചികിത്സാ രീതിയിലെല്ലാം കഴിഞ്ഞ നിൽക്കുന്ന ഒരു പശുവാണ്. ഇത് റെക്കോർഡ് ചെയ്ത് തന്നിരിക്കുന്നത് പൂനെ എന്നാണ്. അപ്പോൾ പാരമ്പര്യ ചികിത്സാ രീതിയിൽ ഈ വാർട്ടും പോക്സിന്റെയും ഒരു കൂട്ടമുണ്ട്.
അത് വെച്ച് ഒരു 2 മാസം അത് ഉപയോഗിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണ്. സോ അതിന്റെ എഫക്റ്റ് നമുക്ക് കാണാവുന്നേ ഉള്ളൂ. എവിടുന്ന് എവിടെ ഈ ഒരു സ്ഥിതിയിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിൽ കറക്കാൻ പറ്റുമോ? തന്നെ കറക്കാനും പാടാണ്. അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് അതിന് ഈ അവസ്ഥയിലോട്ട് 2 മാസം എടുത്തു, പക്ഷെ ഓൾമോസ്റ്റ് അത് ക്ലിയർ ആയി. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ സ്പെസിഫിക് കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് വേറെ റെക്കോർഡും ചെയ്യും. ഈ റിപ്പീറ്റ് ബ്രീഡിങ് കേസസ് പ്രോബബ്ലി ഓരോ ആനിമൽ വൈസ് ഒരു 100-150ഓളം കേസസ് അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ മെല്ലെ ഒരു ഡാറ്റാബേസും ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. ഒരു സംഭവം നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡാറ്റ വേണം. ആ ഡാറ്റ ക്രിയേഷൻ ആണ് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ ഹരി. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ചികിത്സാ പദ്ധതിയെ കുറിച്ച് പറഞ്ഞതിന്. മെയിൻലി സാർ പറഞ്ഞ പോലെ തന്നെ അവയർനെസിന്റെ കുറവ് കൊണ്ടാണ് ഇതത്ര പോപ്പുലർ ആവാത്തത്, പ്രോപ്പർ ഡോക്യുമെന്റേഷൻ. അപ്പം ഈ ഒരു സംവാദ പരിപാടിയിലൂടെ കേരളത്തില് നമ്മുടെ അധികാരികളും മറ്റ് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും ഇതിന്റെ ഒരു സക്സസ് റേറ്റും പിന്നെ എത്രത്തോളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എസ്പെഷ്യലി ഡോക്ടർ ഹരികുമാർ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നതിന് സാർ താങ്ക് യു സോ മച്ച്. റുമി മാഡം കേരളത്തിൽ നിന്ന് ജോയിൻ ചെയ്തു, താങ്ക് യു മാഡം. പിന്നെ ബാക്കി എല്ലാ പങ്കെടുത്ത പാർട്ടിസിപ്പൻസിനോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.